നമുക്ക് ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. കണ്ണടച്ച് യേശു കർത്താവ് നമ്മളെ മധ്യത്തിലുണ്ട്. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നേ. നിങ്ങളിൽ നിന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി ഒരു 7 ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. വേറെയും കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളായിട്ട് എന്തെങ്കിലും ചോദ്യോത്തര വേളയായിട്ട് കുറച്ച് ചോദ്യങ്ങളായിട്ട് എഴുതി ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കടലാസുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? നോട്ട്ബുക്കും കടലാസും ഒക്കെ ഇല്ലേ? കടലാസ് വേണമെന്നുണ്ടെങ്കിൽ അങ്കിൾമാരോട് പറഞ്ഞാൽ അവർ കടലാസ് തരും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ എന്നോട്, അതായത് ഈ ഡോക്ടർ അങ്കിളിനോട് ആത്മീയമായിട്ടോ ഞാനൊരു മനസ്സിന്റെ ഡോക്ടറാണ്, അപ്പൊ മനസ്സ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ഷീറ്റ് പേപ്പറിനകത്ത് ചെറിയൊരു കടലാസ് കഷ്ണത്തിനകത്ത് എഴുതി എങ്ങനെ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ ഇടയ്ക്കോ നമ്മുടെ സെഷൻ കഴിയുമ്പോഴത്തേക്കോ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് അങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പൊ ആദ്യം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു 7 ചോദ്യങ്ങൾ ഡീൽ ചെയ്തിട്ട് പിന്നെ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഒരു വാക്ക് കൂടെ ജീസസിനോട് നമ്മളെല്ലാവരും ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ കൂടി വരുമ്പോ ആരാ നമ്മുടെ മധ്യത്തിലുള്ളത്? ഏത് ദൈവം? യേശു ക്രിസ്തു. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അതാരാ? യേശു ക്രിസ്തു. ആ യേശു കർത്താവ് നമ്മളെ മധ്യത്തിലുണ്ടെന്ന് എവിടെ എഴുതിയിരിക്കുന്നേ? ആരാ പറഞ്ഞേ? നമ്മളിപ്പം പറയും, മോനിപ്പം പറഞ്ഞു. ആദ്യമായിട്ടത് ആരാ പറഞ്ഞേ? യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടെ? നിങ്ങളൊക്കെ ബൈബിള് വായിക്കുന്നവരാ കൂടുതൽ കുഞ്ഞുങ്ങളും അല്ലേ? പുതുതായിട്ട് വന്ന കുഞ്ഞുങ്ങളും കാണാം, ബൈബിള് വായിക്കുന്ന കുഞ്ഞുങ്ങളും കാണാം. എവിടെ പറയുന്നത്? മത്തായി 18-ാം അധ്യായത്തിന്റെ 18, 19, 20 വാക്യങ്ങൾ നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട്, 2-3 പേര് എവിടെ എന്റെ നാമത്തിൽ കൂടിച്ചേർന്ന് വരുന്നു, ഐകമത്യപ്പെട്ട് കൂടിച്ചേർന്ന് വരുന്നുവോ അവിടെ ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കിപ്പോ കാണാൻ പറ്റുന്നില്ലെങ്കിലും ആര് നമ്മുടെ മധ്യത്തിലുണ്ട്? യേശു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഇപ്പം എനിക്കിവിടെ കാറ്റടിക്കുന്നത് അനുഭവിക്കാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. കാറ്റിങ്ങനെ വന്നടിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഫാനിന്റെ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മുഖത്തോ കയ്യിലോ ഒക്കെ കാറ്റ് വന്ന് അടിക്കുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ലേ? അത് അനുഭവിക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ. എന്നാൽ കാറ്റ് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല, കാറ്റ് കാണാൻ പറ്റുന്നില്ല. ഫാൻ കറങ്ങുന്നത് കാണാം, പക്ഷെ കാറ്റ് കാണുന്നില്ല എന്ന് പറയുന്നത് പോലെ യേശുവിനെ നമുക്ക് നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും യേശു കർത്താവ് ഇവിടെ ഉണ്ട്. നമുക്കത് ആത്മാവിന്റെ കണ്ണുകൾ നമുക്ക് തുറക്കപ്പെടുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം നമുക്ക് ആത്മാവിൽ കർത്താവ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. നിങ്ങൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളാവുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര അങ്ങ് അനുഭവിച്ച് മനസ്സിലാക്കാനായിട്ടില്ലായിരിക്കും. പക്ഷെ എങ്കിലും കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിന്ന യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ കർത്താവിന് കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് കർത്താവിന്റെ മക്കളായിട്ടുള്ള ഇവിടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കായിട്ട്, ഈ ചർച്ചിലുള്ള കുഞ്ഞുങ്ങൾക്കായിട്ടും വെളിയിലുള്ള കുഞ്ഞുങ്ങൾക്കായിട്ടും ഒക്കെ ഇതുപോലെ നല്ല പല കളികളും ഗെയിംസും പാട്ടും ഡാൻസും ക്ലാസ്സും അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും തമ്മിൽ സംസാരിക്കുന്നുണ്ടോ? തമ്മിൽ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ മുമ്പോട്ട് നോക്കിക്കേ. എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ. അടങ്ങിയിരിക്കണം കേട്ടോ. കഥയൊക്കെ പറയാൻ പോകും, ഇടയ്ക്ക് ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പൊ ആരും തമ്മിൽ മിണ്ടരുത്. ആരെങ്കിലും പുറമോട്ട് തിരിഞ്ഞിരിപ്പുണ്ടോ? പുറമോട്ട് തിരിഞ്ഞിരിക്കുന്ന ആൾ മുമ്പോട്ട് തിരിഞ്ഞിരുന്നേ. എല്ലാവരും മുമ്പോട്ട് തിരിഞ്ഞിരുന്നോ? അവിടെ അല്ല ക്ലാസ്, ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ, എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. ആരും പുറമോട്ടൊന്നും നോക്കണ്ട. അപ്പൊ ആരാ നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് നമ്മളിപ്പം പറഞ്ഞേ? യേശു കർത്താവ്. അപ്പൊ നമുക്ക് ഒരു വാക്കുകൂടെ കണ്ണടച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ച് യേശുവിനെ ഹൃദയത്തിൽ വിളിച്ചുകൊണ്ട് യേശുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ച് എല്ലാവരും കണ്ണടച്ചോ? ചിലർ കണ്ണ് തുറന്നിരിപ്പുണ്ട്. എല്ലാവരും കണ്ണടച്ച് യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. അപ്പൊ യേശുവിനോട് നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ ഉള്ളിൽ നിങ്ങൾ യേശുവിലേക്ക് നോക്കി നമുക്ക് യേശുവിനോട് സംസാരിക്കാം, കർത്താവിനോട് സംസാരിക്കാം. കണ്ണടച്ചുകൊണ്ട് സ്നേഹം പറഞ്ഞ സുഖസപിതാവേ യേശുവി, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. ഈ പ്രിയ കുഞ്ഞുങ്ങൾക്കായിട്ട് ചെറുപ്പക്കാർക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങള് അല്പസമയം കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങള് കർത്താവ് കുഞ്ഞുങ്ങളുടെ പല ചോദ്യങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങള് കർത്താവെ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ, അത് ചർച്ച ചെയ്യുമ്പോൾ യേശുവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് ഉപയോഗിക്കണം. കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ എന്ന് പറഞ്ഞ കർത്താവെ എത്രയധികം അങ്ങ് അവരെ ഓരോരുത്തരെ സ്നേഹിക്കുന്നുണ്ട്. അമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ലെന്ന് പറഞ്ഞ് അവിടുത്തെ സ്നേഹത്തിനായിട്ട് നമ്മൾ പറയും. അവിടുത്തെ ആ ഉള്ളം കരുത്തില്, ആ ആണിപ്പഴുതുള്ള ഉള്ളം കരുത്തില് കർത്താവെ ഇവരുടെ ഓരോരുത്തരുടെയും കുഞ്ഞുമക്കളുടെ ചെറുപ്പക്കാരുടെ ഞങ്ങളുടെ യുവാക്കളുടെ എല്ലാ പേരുകളെല്ലാം ഞങ്ങൾ ഓരോരുത്തരുടെയും പേരുകൾ അവിടുന്ന് ഒരു കരത്തിലെ
അവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നന്ദി കർത്താവേ, നന്ദി. ഇത്രത്തോളം ഞങ്ങൾ കരുതുന്നല്ലോ, സ്നേഹിക്കുന്നല്ലോ. ഞങ്ങളതിനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് ഞങ്ങളോ കുറയണം, അവിടുന്ന് വളരണം. അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കണം. അവിടുത്തെ ജീവന മൊഴികളെയും തരണം. അവിടുത്തെ സ്വാതന്ത്ര്യത്തിലേക്ക്, അവിടുത്തെ വലിയ വിടുതലിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഈശ്വരക്കാരുടെ വിലയുടെയും മാതൃകയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. അപ്പോ എനിക്ക് ലഭിച്ചിട്ടുള്ള ചില ചോദ്യങ്ങള് ഒന്നൊന്നായിട്ട് അങ്ങനെ ചോദ്യങ്ങളായിട്ട് ഞാൻ ഓരോന്നായിട്ട് വായിക്കും. അതിന്റെ ഉത്തരങ്ങള് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യം, 7 ചോദ്യങ്ങൾ എന്തെങ്കിലും ഉള്ളത്. അപ്പൊ കൂടുതൽ ചോദ്യം നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ വേറെയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതി ഇങ്ങോട്ട് പാസ് ഓൺ ചെയ്യാം. അല്ലെങ്കിൽ ഇടയ്ക്ക് എഴുന്നേറ്റും ചോദിക്കാം. ആരെങ്കിലും ഓൾറെഡി ചോദ്യം എഴുതിയോ? ഇല്ല. ഓക്കെ. അപ്പം നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾ നേരിടുന്ന എന്തെങ്കിലും ചില പ്രശ്നങ്ങള്, വിഷമങ്ങള്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും പ്രയാസങ്ങള്, അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഉള്ള നിങ്ങൾക്കുള്ള ചില ഡൗട്ടുകളോ സംശയങ്ങളോ ഒക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഡ്രഗ് അഡിക്ഷനെ കുറിച്ചാണ്. ഡ്രഗ് അഡിക്ഷൻ കേട്ടിട്ടുണ്ടോ? മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞ്, ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ എവിടെ ഉണ്ട് നമ്മുടെ ഈ സമൂഹത്തില്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാല് ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാൻ പോവാ. എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ? ഈ മോന്റെ പേരെന്താ? അപ്പം എന്താ മിണ്ടരുത് കേട്ടോ, ഇങ്ങോട്ട് നോക്കിയാൽ. ഡ്രഗ് അഡിക്ഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചില കാര്യങ്ങള് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾ എന്താ കഴിച്ചേ രാവിലെ? ദോശയും ചമ്മന്തിയും കഴിച്ചു. അപ്പൊ നമ്മളുടെ ആഹാര പദാർത്ഥം ദോശ, ചോറ്, അങ്ങനെയൊക്കെ നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കും. ചിലരാണെങ്കിൽ ചില ആൾക്കാര് പിശാചിന്റെ സ്വാധീനത്തില്, ദൈവം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു അല്ലേ, ദൈവം യേശുക്രിസ്തു ആണെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ എതിരാളിയായിട്ട് ആരുണ്ടെന്ന് ചോദിച്ചാൽ ആരുണ്ട്? പിശാചുണ്ട്. അപ്പം ഈ പിശാചിന്റെ സ്വാധീനത്തില് ദൈവം തന്നെ സൃഷ്ടിച്ച ഒരു ഏറ്റവും നല്ല ഒരു മാലാഖയായിരുന്നു, ദൂതനായിരുന്നു. ആ ദൈവദൂതനാണ് വീണുപോയി. അവനാണ് സാത്താനായിട്ട് മാറിയിട്ടുള്ളത്, ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ സാത്താന്റെ സ്വാധീനത്തില് ഇന്ന് ലോകത്തിലുള്ള ഒരുപാട് ആൾക്കാർ സാത്താന്റെ സ്വാധീനത്തിലുണ്ട്. അപ്പൊ അവര് ഈ നമുക്ക് ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള നല്ല ചില ഒത്തിരി നല്ല കാര്യങ്ങൾ, നല്ല പദാർത്ഥങ്ങളുണ്ട്. എന്നാൽ ചില സാത്താന്റെ സ്വാധീനത്തിൽ ചില മനുഷ്യർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ചില പദാർത്ഥങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവരെ തന്നെ മയക്കുന്ന രീതിയിൽ, അങ്ങനെയുള്ള മയക്കുമരുന്ന് എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങൾ മദ്യം, പുകവലി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? കള്ള, കഞ്ചാവ്, MDMA എന്നൊക്കെ ചില കുറച്ചുകൂടെ മുതിർന്ന പിള്ളേർ കേട്ടിട്ടുണ്ടായിരിക്കും. MDMA, LSD, കഞ്ചാവ്, ഹാൻസ്, കൂള്, അങ്ങനെയൊക്കെയുള്ള ചില മയക്കുമരുന്നുകളും ചില ലഹരി പദാർത്ഥങ്ങളും ഒക്കെ ഇന്ന് സാത്താന്റെ സ്വാധീനത്തിലുള്ള ആൾക്കാര് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉപയോഗിക്കുകയും അതിന്റെ ഉപയോഗം വിപുലീകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ചോദ്യം വെച്ചാൽ ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക മാറ്റങ്ങൾ എന്തെല്ലാം എന്നുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അതിന് റിലവന്റ് ആയിട്ടുള്ള സ്ലൈഡ്സ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? പിയർ പ്രഷർ. പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുകാരുടെ സമ്മർദ്ദം. പിയേഴ്സ് എന്ന് പറഞ്ഞാൽ പിയേഴ്സ് സോപ്പുണ്ട്, ആ പിയേഴ്സ് അല്ല. ഇത് സമപ്രായക്കാരെ കുറിക്കുന്ന ഒരു വാക്കാണ് ഇംഗ്ലീഷിൽ പിയേഴ്സ് എന്ന് പറഞ്ഞാൽ. PWR, പിയർ ഗ്രൂപ്പ് എന്നൊക്കെ പറയും. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ സമപ്രായക്കാർ, നിങ്ങളിപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ 1ാം ക്ലാസ്സിലെ കൂട്ടുകാർ, 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിലെ കൂട്ടുകാർ. അപ്പൊ ഈ സമപ്രായക്കാരായിട്ടുള്ള കൂട്ടുകാര് പലരും യേശുവിനെ അറിയാത്തവരായിട്ടുള്ള ആൾക്കാർ കാണും. അപ്പോ അവരെന്ത് ചെയ്യും? യേശുവിനെ അറിഞ്ഞിട്ടും ചിലപ്പോൾ പിന്മാറിപ്പോയ ആൾക്കാർ കാണും. അവരൊക്കെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ സമ്മർദ്ദം ചെലുത്താം. തെറ്റായിട്ടുള്ള ചില കൂട്ടുകെട്ടുകള്, തെറ്റായിട്ടുള്ള ഇതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങള്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് പോകും. അപ്പൊ ഈ പിയർ പ്രഷർ കാരണം പല ചെറുപ്പക്കാരെ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? എല്ലാരും പറയും, പ്ലീസ് കം ഓൺ, ഗോ ഓൺ, ഡു ഇറ്റ്. കണ്ടോ അതിനകത്ത് എഴുതിയേക്കുന്നത്? കണ്ടോ? അത് ചെയ്യും, നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നീ ആണാണെങ്കിൽ ഈ സിഗരറ്റ് ഒന്ന് വലിച്ചു നോക്ക്. നീ എന്താ ഇങ്ങനെ പെണ്ണനായിട്ടിരിക്കുന്നേ? നീ കുറച്ച് മദ്യമൊക്കെ ഒഴിച്ച് കള്ളൊക്കെ ഒരു സ്മോളൊക്കെ അടിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ലഹരി പദാർത്ഥങ്ങൾ, ഈ കഞ്ചാവ് ഒന്ന് വലിച്ചു നോക്ക്, നല്ല സുഖമാണ്. അല്ലെങ്കിൽ ഈ മിഠായി ഒന്ന് കഴിച്ചു നോക്ക്, ഭയങ്കര നിന്റെ മനസ്സൊക്കെ അങ്ങ് ഫ്രീ ആവും എന്നൊക്കെ പറഞ്ഞ് ചില ലഹരി പദാർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചിലപ്പം നമുക്ക് അറിയാത്ത ആൾക്കാര്
നമുക്ക് അറിയാത്ത ആൾക്കാര് അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കഴിക്കാൻ തന്നാല്, കുടിക്കാൻ തന്നാല്, പുകച്ചു നോക്കാൻ തന്നാല്, മണത്ത് നോക്കാൻ തന്നാല് എന്ത് ചെയ്യണം? എന്ത് പറയണം? താങ്ക് യു എന്ന് പറയണോ? പിന്നെ നോ, വെരി ഗുഡ്, വേണ്ട. അതെ. അപ്പൊ നമ്മളുടെ അച്ഛനമ്മമാര്, നമുക്ക് അറിയാവുന്ന നമ്മുടെ കുടുംബത്തിലുള്ളവരല്ല, നമുക്ക് അറിയാത്ത ആൾക്കാര് എന്തെങ്കിലും ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത ചില പദാർത്ഥങ്ങളും അതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ചിലർ മണപ്പിക്കാനായിരിക്കും പറയുന്നത്. മണപ്പിക്കാൻ പറയുന്നത് കാണും, പുകച്ച് വലിക്കാൻ പറയുന്നവർ കാണും, കുത്തിവെക്കാന്ന് പറയുന്നവർ കാണും. ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, അപ്പൊ കൊച്ചു പിള്ളേർ ചിലപ്പോൾ അതൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷെ കുറച്ചുകൂടി നിങ്ങൾ വലുതാകുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴായിരിക്കും, ഒരു 10ാം ക്ലാസ് +2 ഒക്കെ ആകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ഡിഗ്രിക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സിന്റെ ഒരു ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴായിരിക്കും ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ നിങ്ങൾ നേരിടുന്നു. അപ്പൊ ഇപ്പം നിങ്ങൾ കൊച്ചു കാര്യങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ, അതിന്റെ അപകട വശങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ, നിങ്ങൾക്ക് നാളെ ആണെങ്കിലും നിങ്ങൾക്ക് ബാക്കി നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നിങ്ങൾക്ക് നേർവഴിക്ക് നേരിടാൻ ഗൈഡ് ചെയ്യാനാകും. അതിനുവേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മനസ്സിന്റെ ഡോക്ടറാന്ന് പറഞ്ഞില്ല, സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞില്ല. അപ്പം എന്റെ വീടങ്ങ് കൊല്ലം ജില്ലയിലാണ്. ഇതിപ്പോ ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയുടെ തൊട്ട് വടക്കായിട്ടുള്ള ജില്ല ഏതാ? കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ എന്റെ വീട്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ വീട്. അവിടെ എന്റെ ക്ലിനിക്കൊക്കെ ഉള്ളത്. അപ്പം ക്ലിനിക്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു 21 വയസ്സുള്ള ഒരു പയ്യൻ, ഇവിടെ 21 വയസ്സുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? 21 വയസ്സുള്ള പ്രായത്തിലുള്ളവര്? ഇല്ല, എല്ലാവരും അതൊക്കെ കുറഞ്ഞ ആൾക്കാരൊക്കെയാണെന്ന് തോന്നുന്നില്ലേ, കുറഞ്ഞതും കൂട്ടി തരുന്ന ആൾക്കാരൊക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ 21 വയസ്സുള്ള ഒരു പയ്യൻ, പയ്യന് അമ്മോന്റെ കസിൻ ബ്രദറുമായിട്ട് കൺസൾട്ടേഷൻ വന്നു. എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഉറക്കമില്ല, കുറെ നാളെ കൊണ്ട് ഉറക്കം കിട്ടുന്നില്ല. അപ്പൊ 21 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തൊക്കെയാ ടെൻഷൻ? അപ്പം പറയുവാണ്, ചെന്നൈയില് ഒരു കോഴ്സ് പഠിക്കാനായിട്ട് പോയതാ. അവിടെ പഠിക്കാൻ പോയിട്ട് കൂട്ടുകാരന്മാർ എന്ത് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞതുപോലെ പല മദ്യവും മയക്കുമരുന്ന് പറയുമ്പോൾ കഞ്ചാവ്, MDMA, ഈ പയ്യന് LSD എന്ന് പറഞ്ഞ കുറച്ച് കൂടി അതും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പലതും ഒക്കെ, അതൊക്കെ ആ സമയത്തൊക്കെ ഒരു രസത്തിന് വേണ്ടി കൂട്ടുകാരൊക്കെ പറയുന്ന എല്ലാവരും, മോനെ ഇങ്ങോട്ട് നോക്കിക്കേ, സംസാരിക്കുന്ന മോനെ എഴുന്നേറ്റ് ചേർത്തണോ? അപ്പൊ ഈ സാത്താന്റെ സ്വാധീനത്തിലുള്ള കൂട്ടുകാര് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ 21 വയസ്സുള്ള പയ്യനോടൊക്കെ ഒക്കെ പറഞ്ഞ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഈ മയക്കുമരുന്നൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്ക്, നിനക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, നിനക്ക് പിന്നെ ടെൻഷനൊന്നുമില്ല, നീ പിന്നെ അങ്ങ് സ്വർഗത്തിൽ എത്തിയോണത്തോളം അല്ല സന്തോഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ പയ്യൻ അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. പിന്നെ കാശ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചോദിച്ചും വാങ്ങിച്ചും വീട്ടുകാർ അയച്ചു കൊടുക്കുന്ന കാശെല്ലാം ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാനും നല്ല ആഹാരമൊക്കെ വാങ്ങിക്കാനൊക്കെ, ബുക്സ് ഒക്കെ വാങ്ങിക്കാനൊക്കെ അയച്ചു കൊടുത്ത കാശ് എന്ത് ചെയ്തു ഈ പയ്യനെ, ഈ മോനെ ഇതുപോലൊക്കെയുള്ള ലഹരി പദാർത്ഥങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. കുറെ കഴിയുമ്പോൾ ഇതൊന്നും കിട്ടാനില്ല. പിന്നെ ഇതിന്റെ വിലയൊക്കെ ഇവരങ്ങ് കൂട്ടാൻ തുടങ്ങി. ഞാനിത് ഉള്ള കാര്യം പറയുമോ, കഴിഞ്ഞ ആഴ്ച ഞാൻ വെറുതെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഥ ഉണ്ടാക്കി പറയുമല്ലേ. 21 വയസ്സുകാരൻ പയ്യനെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചിന്റെ ഒരു മീറ്റിങ്ങിന് പയ്യന്റെ കാര്യം പറയുമായിരുന്നു. നമ്മൾ ഒരിക്കലും പേരോ കാര്യങ്ങളോ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഒരു കഴിഞ്ഞ ആഴ്ച വന്നത്. അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് പലപ്പോഴായിട്ട് വരാറുണ്ട്. അപ്പം എന്താ പറ്റുന്ന വെച്ചാൽ, പിന്നെ ഈ ലഹരി പദാർത്ഥങ്ങളൊന്നും കിട്ടാതെ പിന്നെ ഉറക്കമൊന്നും വരുന്നില്ല ആൾക്ക്. പിന്നെ അങ്ങ് മനസ്സങ്ങ് ഭയങ്കര അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര സമ്മർദ്ദം, ഭയങ്കര വെപ്രാളം, പരവേശം, ഒരിടത്ത് അങ്ങ് ഇരിക്കപ്പുറതിയില്ല. അങ്ങനെ ഭയങ്കര ഒരു അസ്വസ്ഥമായിട്ടിരിക്കുന്നു. ഇനിയിപ്പം അങ്ങ് മരിച്ചാലോ, ആത്മഹത്യ ചെയ്താലോ, അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ആരിൽ നിന്ന് വരുന്ന ചിന്തയെന്നറിയാമോ? മരിച്ചാലോ ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെ പറയുന്നത് ആരിൽ നിന്ന് വരുന്ന ചിന്തയെന്നറിയാമോ? സാത്താനിൽ നിന്ന് വരുന്ന, പിശാചിൽ നിന്ന് വരുന്ന. നിങ്ങളിപ്പം എന്തോ ജാഥയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റാലി കഴിഞ്ഞ് വന്നത് ഞാൻ കണ്ടു. അപ്പൊ എന്തോ സാത്താനെ പേടിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ട്. അപ്പൊ നിങ്ങൾ പിള്ളേരെല്ലാം BBS ആയപ്പോ സാത്താൻ പേടിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചില്ലേ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നപ്പോ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ഈ സാത്താൻ ഇതുപോലെ തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ നമ്മളെ സ്വാധീനിക്കാനൊക്കെ വേണ്ടി നടക്കുക. അപ്പം ഈ പതിനായിരം പറയുവാണെങ്കിൽ പിന്നെ പതിനെന്തായാലും വേറെ ദൈവം സഹിച്ച് വേറെ അപകടത്തിലൊന്നും പോവാതെ നമ്മുടെ അടുത്ത് തന്നെ വന്നതുകൊണ്ട് നമുക്ക് അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് പയ്യൻ വരും. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇങ്ങനെയൊക്കെയുള്ള മയക്കുമരുന്ന് ലഹരിയൊക്കെ ആദ്യം നമുക്ക് വലിയ സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും. പിള്ളേരൊക്കെ നീ ഒന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പറയും. പക്ഷേ അത് നമ്മളുടെ തലച്ചോറിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അടിമത്തം.
നമ്മള് ആ ലഹരി ഇല്ലാതെ പിന്നെ പറ്റത്തില്ല. എപ്പോഴും ഇപ്പം കള്ളു കുടിക്കുന്ന ചില അങ്കിൾമാരെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് പിന്നെ മദ്യം ഇല്ലെങ്കിൽ, കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഉറക്കത്തില്ല, ഭയങ്കര വിറയല് വരും, ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയും, ആരോ നിൽക്കുന്നു, ആരോ വെട്ടാൻ വരുന്നു, കൊല്ലാൻ വരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ സൈക്കോസിസ്, മതിഭ്രമം, അതായത് അവർക്ക് വല്ലാത്ത രീതിയിലുള്ള തലച്ചോറിലുള്ള ആ മോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാവോ, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു, ഇവിടെ ക്ലാസ് നടക്കുന്നത് അവിടെ അല്ല, മോള് തെറ്റിപ്പോയി, ഇങ്ങോട്ട് ഇരുന്നോ, ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നോ. ഓക്കെ, വെരി ഗുഡ്. ഈ മോള് ഇങ്ങോട്ട് നോക്കിക്കോ. ഓക്കെ, അപ്പൊ അങ്ങനെ മതിഭ്രമം, ആ തലച്ചോറിലെ രാസപദാർത്ഥങ്ങളിലൊക്കെ ഈ ലഹരി പദാർത്ഥങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം വലിയ സന്തോഷമായിട്ട് തോന്നുന്ന കാര്യം. അപ്പൊ ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുക. അപ്പൊ ഈ ഡ്രഗ് അഡിക്റ്റ് ആയ വ്യക്തിയിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക മാറ്റങ്ങൾ എന്തെല്ലാം എന്നുള്ള ചോദ്യം. ഇത് കണ്ടോ, ഒരു സിറിഞ്ചൊക്കെ വെച്ച് പലതൊക്കെ കുത്തിവെക്കാനൊക്കെ നോക്കുന്ന ഒരു കൊച്ചു പയ്യൻ മയങ്ങി കിടക്കുന്ന കണ്ടോ. അപ്പം മയങ്ങി കിറങ്ങിയൊക്കെ ഇരിക്കും. ഇത് ഒരു കഞ്ചാവ് ചെടിയുടെ പിക്ചറാണ്. കഞ്ചാവിന്റെ ചെടിയുടെ നിങ്ങളെ ചിലര് ചോദ്യങ്ങളുടെ കൂട്ടത്തില് ഇതുപോലൊക്കെ ഉള്ളത് കാര്യങ്ങള് ഇതിന്റെ നാലാമത്തെ ചോദ്യം, ഉപയോഗിക്കാൻ പാടില്ലാത്ത ഡ്രഗ്സ് ഏതാണ്, ദൂഷ്യവശങ്ങൾ എന്തെല്ലാം എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ചേർത്ത് ഞാനങ്ങ് പറയുക. അപ്പം ഇത് കഞ്ചാവ് ഇങ്ങനെയൊക്കെയുള്ള ലഹരി പദാർത്ഥങ്ങൾ മാതാപിതാക്കൾക്ക് പലർക്കും ഇത് എങ്ങനെ ഇരിക്കുന്നേ എന്നുള്ള കാര്യം പല രീതിയിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ കാണിച്ചാൽ വേറെ രീതിയിലായിരിക്കും നാളെ അവർ ഇറക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഇരിക്കും നമുക്ക് കൃത്യമായിട്ട് എപ്പോഴും പറയാൻ പറ്റണമെന്നില്ല. പല രീതിയിലുള്ളതാണ്. പിന്നെ നമുക്ക് സംശയാസ്പദമായിട്ടുള്ള വിശ്വസനീയമായ സോഴ്സസും അല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ തൊടാനോ മണക്കാനോ പിടിക്കാനോ ഒന്നും പോരുതെന്നുള്ള. കഞ്ചാവൊക്കെ ഇതുപോലൊക്കെ ഇരിക്കും. ഇതൊക്കെ പുകയ്ക്കാനും വലിക്കാനും ഒക്കെയാ ഇതുപോലൊക്കെ ഇരിക്കും കഞ്ചാവ്. ഇത് MDMA ക്രിസ്റ്റൽസ് ഒക്കെ ഇതുപോലൊക്കെ ഇരിക്കും. MDMA എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വളരെ മാരകമായിട്ടുള്ള, നമ്മുടെ തലച്ചോറിനെയൊക്കെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു ലഹരി പദാർത്ഥമാണ് MDMA. ഇതുപോലെയൊക്കെയും ടാബ്ലറ്റ് രൂപത്തിലും മിഠായി രൂപത്തിലും ഒക്കെ, ഇതുപോലെ മിഠായിയുടെ ഈ രൂപത്തിലും ഒക്കെ ഇറക്കി ഇത് മിഠായി എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഇതുപോലൊക്കെയുള്ള പഞ്ചസാര, കൽക്കണ്ട മാതിരിയൊക്കെ ഇരിക്കും. ഇപ്പൊ നമ്മൾ അറിയാത്ത ആൾക്കാർ തരുന്നതൊന്നും നമ്മൾ കഴിക്കാനോ അത് മണക്കാനോ നോക്കാനോ രുചിച്ച് നോക്കാനോ ഒന്നും നിൽക്കരുത്. ഇതുപോലെയൊക്കെയുള്ള മിഠായിയുടെ രൂപത്തിൽ പല രൂപത്തിലൊക്കെ ഇരിക്കും. ഇത് കൂളിപ്പ് എന്നൊക്കെ പറഞ്ഞ്, കൂളെന്നൊക്കെ പറഞ്ഞ് ഈ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ പില്ലോ മാതിരി തോന്നുന്നില്ലേ, ഒരു തലയണ മാതിരി ചെറിയ കൂള് മാതിരിയുള്ള സംഭവങ്ങളൊക്കെയാണ് ചില ആൾക്കാര് എന്താണ് പറയുന്നത്, അവര് ഈ വായില് മോണയ്ക്കും പല്ലിനും ഇടയ്ക്കായിട്ടൊക്കെ വെച്ച് അവർക്ക് എന്തോ വലിയ ലഹരി മാതിരിയൊക്കെ സന്തോഷം മാതിരിയൊക്കെ തോന്നുന്ന, അതൊക്കെ വായിലെ ക്യാൻസർ ഉണ്ടാകുന്ന രീതിയിലോട്ടൊക്കെ വരും. ആ കാര്യങ്ങളിലേക്ക് ആ സ്ലൈഡിലോട്ടൊക്കെ ഞാൻ വരാം. വായിലെ ക്യാൻസർ വന്ന മുഖം എങ്ങനെ ഇരിക്കുന്നു കണ്ടാൽ നിങ്ങൾ പിന്നെ അയ്യോ ഇനിയിപ്പ അങ്ങനെ അതിന്റെ അടുത്തേക്ക് പോകേണ്ടെന്ന് പറയും. അപ്പൊ ഈ കൂൾ ലിപ്പ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. ഹാൻഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ചെറിയ ഒരു, നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാൻ കിട്ടുന്ന ചെറിയ ഇങ്ങനെ കറുത്ത തരികൾ മാതിരിയൊക്കെയുള്ള ഹാൻഡ്സ്, ഇങ്ങനെ പുകയില തരികൾ മാതിരിയൊക്കെയുള്ള ഹാൻഡ്സ്. ഇത് LSD എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ മാരകമായിട്ടുള്ള ഹാലൂസിനോജൻ ഗ്രൂപ്പിലൊക്കെ ഉള്ള ബ്രെയിനിനെ, നമ്മുടെ തലച്ചോറിനെ വല്ലാത്ത രീതിയിൽ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ലഹരിയുടെ ഓരോ ചിത്രങ്ങളൊക്കെയാണ്. അത് പല രീതിയിലൊക്കെ അവര് മണക്കുകയും ഇഞ്ചക്ഷനായിട്ട് കുത്തിവെക്കുകയും അങ്ങനെയൊക്കെ അതിന്റെ പുക ശ്വസിക്കുകയും അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശാസ്ത്രീയമായിട്ട് 10 ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിപ്പം കൊച്ചു പിള്ളേരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പല രീതിയിലുള്ള ലഹരികളുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഞാനിപ്പോ ഈ പറഞ്ഞ കഞ്ചാവും MDMA LSD പിന്നെ മദ്യവും പുകവലിയൊക്കെയാണ് കോമൺ ആയിട്ട്. പിന്നെ ഹാൻഡ്സ്, കൂൾ എന്നൊക്കെ പറയുന്ന ടുബാക്കോ പ്രോഡക്ട്സും ഒക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പം എന്നിടയ്ക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ആദ്യത്തെ ചോദ്യം ഈ വ്യക്തിയിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക മാറ്റങ്ങൾ എന്തെല്ലാം. രണ്ടാമത്തെ ചോദ്യം, ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും, ഒരാള് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എങ്ങനെ അറിയാൻ സാധിക്കും എന്ന് വെച്ചാൽ പല പല ലക്ഷണങ്ങളുണ്ട്. എന്നാൽ ഒരു ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അങ്ങനെ തീർത്തങ്ങ് പറയാനും പറ്റത്തില്ല. പല പല ലക്ഷണങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഒന്ന് ഓടിച്ച് പറയാം. എന്നാൽ ഇന്ന ലക്ഷണമുണ്ട് അപ്പൊ അതുകൊണ്ട് അവൻ മയക്കുമരുന്ന എന്ന് നമ്മൾ അങ്ങ് അടച്ചാക്ഷേപിക്കാനും പറ്റത്തില്ല. കൺഫർമേറ്ററി ആയിട്ട് ഏറ്റവും ശാസ്ത്രീയമായിട്ട് തെളിയിക്കണമെങ്കിൽ യൂറിൻ സാമ്പിൾ ഒക്കെ എടുത്ത്, അതായത് മൂത്രത്തിന്റെ സാമ്പിൾ ഒക്കെ പരിശോധിച്ച് അത് ഉപയോഗിച്ച് ഇത്ര സമയത്തിനുള്ളിൽ പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം, യൂറിൻ സാമ്പിള്, ബ്ലഡ് സാമ്പിള്, ചിലപ്പം വിയർപ്പ്, മുടി, നെയില്, നഖം, അങ്ങനെ പല കൂടുതലും യൂറിൻ സാമ്പിളിൽ നിന്നൊക്കെ തന്നെ അങ്ങനെയൊക്കെയുള്ള അത് ടെസ്റ്റ് ചെയ്യുന്ന ഡ്രഗ് കിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശാസ്ത്രീയമായിട്ട് നമ്മൾ വളരെ ലബോറട്ടറിയിൽ വളരെ പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ചില ലക്ഷണങ്ങളിൽ നിന്നൊക്കെ ഇപ്പൊ എല്ലാവരും കൊണ്ടുപോയി
ഡ്രഗ് കിറ്റ് കൊടുത്ത് ഇതൊക്കെ പരിശോധിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ചില ചില ലക്ഷണങ്ങളൊക്കെ ആകുമ്പോൾ മയക്കുമരുന്നിന്റെ ആ പാതയിലേക്കാണോ, വേറെ ഏതാണ്ട് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എന്റെ മോന് എന്റെ മോക്ക് എന്തോ, അല്ലെങ്കിൽ അയൽപക്കത്തെ ആ പയ്യന്, അല്ലെങ്കിൽ അവിടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ആ മോന് മോക്ക് എന്തൊക്കെയോ ചില മാറ്റങ്ങളുണ്ട്, ചിലപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ചില കാര്യങ്ങളാകാം എന്നുള്ള ഒരു സംശയവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാനൊക്കും, അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും എങ്ങനെ ഇതുപോലെയൊക്കെയുള്ള മയക്കുമരുന്നിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുവാണെങ്കിൽ എങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും ചിലർക്ക് ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാവുന്നവരും കാണും. അപ്പം ഡ്രഗ് അഡിക്ഷന്റെ സിംറ്റംസ്, ഇപ്പൊ ഒന്ന് ഈ ഡ്രഗ്സ് നമ്മളെ അഡിക്റ്റഡ് ആക്കി, നമ്മളെ അടിമത്തത്തിലോട്ടാക്കി എന്നുള്ളതിന്റെ പല പല ലക്ഷണങ്ങളുണ്ട്. ഒന്നാണെങ്കിൽ ഇത് ദിവസവും പലതവണ എടുത്താലേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഇതങ്ങ് എടുക്കണം എടുക്കണം എന്നുള്ളൊരു ആക്രാന്തം. ഞാൻ അതിനകത്തുള്ള ചില പോയിന്റ്സാ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന മലയാളത്തിലാക്കി പറയുക. പിന്നെ ആണെങ്കിൽ ചിലർക്കാണെങ്കിൽ ആദ്യം കുറച്ചൊരു ചെറിയ ഇപ്പൊ കഞ്ചാവോ അല്ലെങ്കിൽ ഈവൻ മദ്യമാണ്, മദ്യവും പുകയിലേക്കാണെങ്കിൽ ആദ്യം ഒരു സിഗരറ്റ് വലിച്ചത് തന്നെ ഭയങ്കര സന്തോഷമായിട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോൾ ഒരു സിഗരറ്റ് ഒന്നും യേശുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഒരു സിഗരറ്റും കൂടെ വേണ്ട. അല്ലെങ്കിൽ ആദ്യം 45 മില്ലി മദ്യം കഴിക്കുമ്പോഴത്തേക്കും നല്ല കിക്ക് കിട്ടി എന്ന് പറയും. അതിട്ട് കുറച്ച് കഴിയുമ്പോൾ 45 മില്ലി ഒന്നും യേശുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ 90 മില്ലി വേണം. എന്നിട്ട് പിന്നെ 180 മില്ലി വേണം, പിന്നെ 360 മില്ലി വേണം, 720 മില്ലി വേണം. എത്ര 1 ലിറ്റർ കുടിച്ചാലും ഒന്നും യശാത്ത രീതിയിൽ അങ്ങ് കൂടുതൽ കൂടുതൽ നമ്മൾ ഡ്രഗ് ടോളറൻസ് എന്നൊക്കെ പറയും ഞങ്ങള് മെഡിക്കൽ ലാംഗ്വേജിൽ. എന്ന് പറഞ്ഞാല് ചെറിയ എമൗണ്ട്സിൽ ഒന്നും, ചെറിയ അളവിൽ ഒന്നും തൃപ്തി കിട്ടാതെ കൂടുതൽ കൂടുതൽ എമൗണ്ട്സ് യൂസ് ചെയ്യേണ്ടത്, കൂടുതൽ കൂടുതൽ അളവ് യൂസ് ചെയ്താലേ അവർക്ക് ആ ഒരു ആദ്യം കിട്ടിയ ഒരു സന്തോഷം കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ കൂടുതൽ കൂടുതൽ യൂസ് ചെയ്യുന്നതിനാണ് അതിന് ടോളറൻസ് ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ പറയും. അപ്പം ചിലർ പറയും, എനിക്ക് ഭയങ്കര കപ്പാസിറ്റി, എത്ര കുടിച്ചാലും എനിക്ക് ഏശത്തില്ലെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ അവരുടെ കപ്പാസിറ്റി അല്ലത്, മറിച്ച് അവിടെ ഉള്ള കപ്പാസിറ്റി എല്ലാം അടിച്ചു പോയെന്ന് അർത്ഥം. എന്ന് വെച്ചാല് അവരുടെ തലച്ചോറിൽ അത്രമാത്രം ദോഷവശങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അവർക്ക് ചെറിയ അളവൊന്നും ഏശാതിരിക്കുന്ന ഒരു അവസ്ഥയാന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യം. അപ്പൊ അതൊക്കെ ഈ ഡ്രഗ് അഡിക്ഷന്റെ, ഇപ്പൊ ഒരാള് അഡിക്റ്റഡ് ആണോ എന്നുള്ള കാര്യം, എന്നാൽ ബാക്കി വേറൊരാളെ കാണുമ്പോൾ അയാൾ അഡിക്റ്റഡ് ആണോ എന്നുള്ള കാര്യം അതിലേക്ക് നമുക്ക് വരാം. അപ്പം കൂടുതൽ കൂടുതൽ എമൗണ്ട്സ് എടുക്കേണ്ടി വരുന്നു. ഒരെണ്ണം തന്നെ വീണ്ടും വീണ്ടും അത് വേണം. ചിലരാണെങ്കിൽ ചില ഗുളികകൾ, ആ ഗുളികകൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ആ ഗുളികകൾ അങ്ങ് അഡിക്ഷൻ ആയിട്ട് ചിലരങ്ങ് ഉറക്ക ഗുളികകൾ അതങ്ങ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ചില തരത്തിലുള്ള ഗുളികകളല്ല, എന്നാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അളവിനെക്കാട്ടി കൂടുതൽ വേറെ എവിടെന്നെങ്കിലുമൊക്കെ ഇതൊക്കെ സംഘടിപ്പിച്ചൊക്കെ കള്ള പ്രിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടാക്കിയും പല രീതിയിലൊക്കെ ഇവരതൊക്കെ സംഘടിപ്പിച്ച് തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ചില മയക്കുമരുന്നുകള്, ചില ഗുളികകള് അതിൽ തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഒരുപാട് പണം അതിനുവേണ്ടി ചെലവഴിക്കുന്നു. അതിനുവേണ്ടി പണം കണ്ടെത്താൻ വേണ്ടി ചിലർ കട്ടെടുക്കുന്നു, മോട്ടിക്കുന്നു, പിടിച്ചു പറിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചില കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ പോകും. ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് തന്നെ പല കൊലപാതകങ്ങളും, പല കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും പല പ്രശ്നങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടന്ന് നമുക്കറിയാം. അത് പലതും മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലാണ്. ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ? എന്നെ നോക്കിക്കേ എല്ലാവരും, എന്നെ നോക്കിക്കേ. ഓക്കെ ഓക്കെ. അപ്പം ഈ മയക്കുമരുന്ന് അടിച്ചിട്ടാ പലരും എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ളവരെ പോയി സ്വന്തം അച്ഛനെയും അമ്മയും ഒക്കെ വരെ പോയി കൊല്ലാൻ നോക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളെയൊക്കെ പോയി കൊല്ലാൻ നോക്കുന്നതിലേക്ക് ആൾക്കാര്, ചെറുപ്പക്കാരൊക്കെ വരുന്നതിന്റെ വലിയൊരു കാരണം, എല്ലാത്തിനും കാരണം മയക്കുമരുന്നല്ല, പല കാരണങ്ങൾ കൊണ്ടുണ്ട്. എന്നാൽ അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മയക്കുമരുന്നിന്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അവിടെ തലച്ചോറിലുള്ള ചില ഇൻഹിബിഷൻസ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു ഇൻഹിബിഷൻ, ഒരു പ്രതിരോധം മാതിരി കാണും. അത് വേണ്ട എന്നൊരു മനസ്സാക്ഷിയിൽ തോന്നില്ല. എന്നാൽ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? ആ ഇൻഹിബിഷനൊക്കെ അങ്ങ് പോകും. എന്നിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, ആക്രോശിക്കുന്നു, ഇതുപോലൊക്കെ ക്രൂരകൃത്യങ്ങൾ, വല്ലാതെ മനുഷ്യരെ കൊലപ്പെടുത്താനോ ക്രൂരമായിട്ട് പെരുമാറാനോ അവരെ അടിച്ചിടാനോ ചുറ്റിക്കൊണ്ട് അടിക്കാനോ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലൊക്കെയുള്ള പല ക്രൂരകൃത്യങ്ങളിലേക്ക്, അക്രമവാസനയിലോട്ടൊക്കെ പോകാനൊക്കെ ഈ മയക്കുമരുന്നതൊരു വാതിലായിട്ട് പരിവർത്തിക്കും എന്നുള്ള കാര്യമാണ്. അപ്പം പിന്നെ അപ്പൊ ഇതൊക്കെയാണ് മയക്കുമരുന്നിന്റെ അഡിക്ഷൻസിന്റെ ഒരാളിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. വളരെ റിസ്ക് ഉള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു, കുറെ സമയം ഇതിനായിട്ട് അങ്ങനെ ചെലവഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് എടുക്കാതിരുന്നില്ലെങ്കിൽ അവർക്ക് ശരീരത്തിലും മനസ്സിലും ഒക്കെ ഭയങ്കര വെപ്രാളവും ടെൻഷനും ഉറക്കക്കുറവും
അങ്ങനെയൊക്കെയുള്ള പല വിഡ്രോവൽ സിംറ്റംസ്, അത് ഇല്ലാത്തപ്പോൾ ഉണ്ടാകുന്ന പല യുനോ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ശരീരത്തിലും മനസ്സിലും ഒക്കെ ഉണ്ടാകുന്നു. അപ്പൊ അതൊക്കെയാണ് ഒരാൾക്ക് ഈ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരാള് തന്റെ ജീവിതത്തിൽ അത് അഡിക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിന്റെ ലക്ഷണങ്ങൾ. എന്നാൽ വേറൊരാളെ കാണുമ്പോൾ ഇപ്പൊ നമ്മളുടെ തന്നെ വീട്ടിലെ ഇപ്പൊ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ചോ ഒക്കെ എപ്പോഴാ ഏത് സംശയം തോന്നണ്ടേ, ഇങ്ങനെ മയക്കുമരുന്നും അതുപോലെ എന്തെങ്കിലുമൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എന്ന് ചോദിച്ചാൽ, ഒന്ന് എന്താ പ്രോബ്ലംസ് അറ്റ് സ്കൂൾ ഓർ വർക്ക് അവിടെ കാണുന്നുണ്ടോ? സ്കൂളിലും ജോലി സ്ഥലത്തും ഒക്കെ അതുവരെ നന്നായിട്ട് വലിയ കുഴപ്പമില്ല അതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് സ്കൂളിലെ മാർക്കൊക്കെ കുറയാൻ തുടങ്ങി, ക്ലാസ് ഒക്കെ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്കിന് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല, ഉത്തരവാദിത്തങ്ങൾ. അപ്പം ഇത് ഇനി പല കാരണങ്ങൾ കൊണ്ട് ഇത് ഇപ്പൊ വർക്കിന് ഒരാള് കുറഞ്ഞു പോയി അല്ലെങ്കിൽ സ്കൂളിൽ മാർക്ക് കുറഞ്ഞതിന്റെ എല്ലാത്തിനും കാരണം മയക്കുമരുന്നാന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ പലതും അതിന്റെയൊക്കെ ഒരു ലക്ഷണമാകാം എന്നുള്ളതാണ്. അപ്പം പല കാര്യങ്ങൾ കാണുമ്പോൾ ഇതും നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം, ഇതൊക്കെ ഇതിന്റെ കാരണമാകാം എന്നുള്ളൊരു കാര്യം. അപ്പൊ അങ്ങനെ പ്രോബ്ലംസ് ഇൻ സ്കൂൾ വർക്ക്, പിന്നെ ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ്, ഒന്നിനും ഒരു താല്പര്യമില്ല, ഒന്നിനും ഒരു മോട്ടിവേഷൻ ഇല്ല. ചിലർ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് എന്ത് വരുമെന്ന് അറിയാവോ? അവർക്ക് പിന്നെ വേറെ ഒന്നിനും ഒരു താല്പര്യമില്ല. അപ്പൊ അവര് ഭയങ്കര സന്തോഷം കണ്ടെത്താൻ വേണ്ടിയാണ് ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ എന്താ ഞാൻ മുമ്പേ പറഞ്ഞ പിശാചിന്റെ ആൾക്കാരുണ്ടല്ലോ, സാത്താന്റെ സ്വാധീനത്തിലുള്ള ആൾക്കാര്, അവര് പറയും, എന്ത് പറയും, ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച, ഈ ഡ്രഗ്സ് ഉപയോഗിച്ച, ഈ കഞ്ചാവ് ഉപയോഗിച്ച അല്ലെങ്കിൽ MDMA ഉപയോഗിച്ച നിങ്ങൾക്ക് വലിയ സന്തോഷം കിട്ടുമെന്ന് പറയും. പക്ഷെ എന്താ അവസാനം പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഉള്ള സന്തോഷം കൂടി ഇല്ലാതാവും. എങ്ങനെയാണെന്നറിയാവോ? എങ്ങനെയാന്ന് ചോദിച്ചാൽ, സാധാരണ നമുക്കിപ്പോ എന്താ, നിങ്ങൾക്കിപ്പോ നല്ല ഒരു ഐസ്ക്രീം കിട്ടിയാൽ എന്തുണ്ട്, സന്തോഷമല്ലേ? ഇപ്പൊ ഒരു ഐസ്ക്രീം കിട്ടിയ സന്തോഷമാണോ? ചോക്ലേറ്റ് കിട്ടിയ സന്തോഷമാണ്. നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ പേരൻസും ടീച്ചേഴ്സും ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ സന്തോഷമല്ലേ? കൂട്ടുകാരെയൊക്കെ കാണുമ്പം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ? നിങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പം ചിരിക്കുമ്പം ഗെയിംസ്, പാട്ട്, ഡാൻസ് ഒക്കെ നിങ്ങൾക്ക് സന്തോഷമല്ലേ? അല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. നമുക്ക് പഠിച്ച് നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് നമുക്ക് നല്ല അതിന്റെ റാങ്ക് കിട്ടുന്നു, പ്രൈസ് കിട്ടുന്നു, നമുക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പം നിങ്ങളിപ്പം BBSC വരുന്നു, ജീസസിനോട് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ മനസ്സിന്റെ വിഷമം എല്ലാം കർത്താവിനോട് ഇട്ട് കളഞ്ഞ് നമ്മുടെ മനസ്സ് ഫ്രീ ആയിട്ട് ഈ ജീസസിന്റെ പ്രസൻസിൽ, ജീസസിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് എന്തുണ്ട്, സന്തോഷമുണ്ട്. അപ്പൊ ഇതെല്ലാം ആരോഗ്യകരമായിട്ടുള്ള നല്ല സന്തോഷങ്ങളാണ്. പക്ഷെ ഈ മയക്കുമരുന്നിലോട്ട്, ലഹരിയിലോട്ട് പോകുന്നവരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? അവർക്ക് പിന്നെ സന്തോഷം കിട്ടണമെങ്കിൽ എന്തേ പറ്റത്തുള്ളൂ, ഈ ലഹരി കിട്ടിയാലേ പറ്റത്തുള്ളൂ. ബാക്കി ഒന്നും അവർക്ക് സന്തോഷം നൽകാതായി പോകും. ബാക്കി ഒന്നിനും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് പിന്നെ കളിക്കണ്ട, ചിരിക്കണ്ട, ഇപ്പം ബാക്കി കൂട്ടുകാരെ കാണണ്ട, ഒരു ഔട്ടിങ്ങിന് പോകേണ്ട, ഒരു സാധാരണ നല്ല ആഹാര പദാർത്ഥങ്ങൾ പോലും അവർക്ക് പിന്നെ അതിലൊന്നും അല്ല അവരുടെ സന്തോഷം. പിന്നെ കൂടി കൂടി വരുമ്പോൾ അവർക്ക് ഒന്നിനും സന്തോഷമില്ല. ആകെപ്പാടെ ഈ ലഹരി, അതും ആദ്യത്തെ അളവിലും കിട്ടിയാൽ പോരാ, വലിയ കൂടിയ അളവിൽ കിട്ടിയാലേ അവർക്ക് സന്തോഷമാവത്തുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സന്തോഷം, അവർക്ക് സന്തോഷം കിട്ടുവാണോ ചെയ്തേ, സന്തോഷം പോവുകയാണോ ചെയ്തേ? ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് സന്തോഷം കിട്ടുവാണോ ചെയ്തേ, സന്തോഷം പോവുകയാണോ ചെയ്തേ? സന്തോഷം പോയി. അപ്പൊ സാത്താൻ ശരിക്കും പറഞ്ഞാൽ കള്ളം പറഞ്ഞ ഒരു കുഴി ചാടിച്ചതാ. മനസ്സിലായോ? സാത്താന്റെ വേല മനസ്സിലായോ? സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കണമെന്ന് പറയും. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാല്, ഇത് ഉപയോഗിച്ച് ഇതിന് മാത്രമേ സന്തോഷമുള്ളൂ. അതും കൂടി ഉള്ള അളവിൽ കിട്ടിയാലേ സന്തോഷമുള്ളൂ. പിന്നെ ഇതൊന്നും കിട്ടാതാവുമ്പോൾ ആപ്പാടെ ദുഃഖമേ ഉള്ളൂ. അവർക്ക് വെപ്രാളവും ടെൻഷനും, പിന്നെ പലരും അങ്ങ് ആത്മഹത്യയും കൊലപാതകവും, എന്തൊക്കെ അവര് തന്നെ അറിയാത്ത രീതിയിലുള്ള മതിവിഭ്രമം, സൈക്കോസിസ്, ഡിപ്രഷൻ, അതായത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലോട്ടൊക്കെ അങ്ങ് പോവും. അപ്പോൾ അവർക്ക് ഉള്ള സന്തോഷം കൂടെ പോകത്തേ ഉള്ളൂ. അപ്പൊ അതാ സാത്താന്റെ കള്ളം, ലൈ ഓഫ് ദി ഡെവിൾ. അപ്പം പിന്നെ അപ്പം ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ്, അപ്പൊ ഒന്നിലും ഒരു മോട്ടിവേഷൻ ഇല്ല. ചിലർക്കാണെങ്കിൽ വെയിറ്റ് വല്ലാതെ കുറയും, ചിലരാണെങ്കിൽ ഓവർ ഈറ്റിംഗ്, ഈ സ്ട്രെസ് കാരണം കൂടുതൽ എന്തെങ്കിലുമൊക്കെ കുറെ കഴിച്ചാൽ വെയിറ്റ് വല്ലാതെ വെക്കും. ചിലർക്കാണെങ്കിൽ കണ്ണ് ചിലപ്പോൾ ചുവന്നിരിക്കും. എല്ലാം കണ്ണ് ചുവന്നിരിക്കുന്നത് മയക്കുമരുന്നാന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ചിലപ്പോൾ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്കൊക്കെ കണ്ണൊക്കെ ചുവപ്പ് വരാം. അതിന്റെ സ്ലൈഡ്സ് ഇനിയും വരുന്നുണ്ട്. പിന്നെ അപ്പിയറൻസിനെ കുറിച്ചൊന്നും വലിയ ബോധം കാണത്തില്ല. ചില ഷർട്ടും പാൻസും മുടി ജീവുന്നതും ഒക്കെ എല്ലാം ഒരു അലങ്കോലമായിട്ട്, ഒന്നിനെ കുറിച്ച് ഒരു കെയർ ഒന്നും കാണത്തില്ല. എല്ലാവരും സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഏതാണ്ട് പോലെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അവർക്ക് അതാ സ്റ്റൈൽ എന്ന് തോന്നുന്നു. നമുക്ക് കാണാൻ എന്ന് തോന്നുന്നു. ആ രീതിയിലൊക്കെ ഉള്ള പല രീതിയിലുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെ, നെഗ്ലക്റ്റഡ് അപ്പിയറൻസ്.
പിന്നെ അവരുടെ ബിഹേവിയേഴ്സിലുള്ള ചേഞ്ചസ് പിന്നെ ചെറുപ്പക്കാര് കുഞ്ഞുങ്ങൾ ടീനേജേഴ്സ് അവരുടെ റൂമിൽ ആരും കയറാൻ സമ്മതിക്കത്തില്ല. പേരൻസ് എന്റെ റൂമിലോട്ട് കയറണ്ട, നിങ്ങൾ ആരും എന്റെ ബാഗ് പരിശോധിക്കേണ്ട, നിങ്ങൾ ആരും എന്റെ പോക്കറ്റ് പരിശോധിക്കേണ്ട, ഞാൻ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾ ആരും അറിയണ്ട. അങ്ങനെ അവരങ്ങ് കൂടുതൽ സീക്രട്ടീവ് ആവുന്നു. ബാക്കിയുള്ള അവർക്ക് പുതിയ പല ഫ്രണ്ട്സിനെ കിട്ടുന്നു, പുതിയ ചില കോളുകൾ വരുന്നു, അറിയാത്ത മുതിർന്ന ആൾക്കാരുടെ കോളുകൾ വരുന്നു, അപരിചിതരായിട്ടുള്ള ആൾക്കാര് യുനോ മോനെ അല്ലെങ്കിൽ മോളെ വീട്ടിൽ തേടി വരുന്നു. അങ്ങനെയൊക്കെയുള്ള പല വേറെ ചില കോണ്ടാക്ട്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ പൈസയ്ക്ക് ആയിട്ട് അവർ ചിലപ്പം പൈസ കൂടുതൽ ചോദിക്കുന്നു. എനിക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി ഇത്രയും കൂടെ പൈസ വേണം, കോളേജിൽ ഇന്ന ആവശ്യമുണ്ട്. പക്ഷെ അതൊന്നും അന്വേഷിക്കാതെ മടയന്മാരായിട്ടുള്ള പേരൻസ് എന്ത് ചെയ്യും, അതെല്ലാം കൂടെ അങ്ങ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീടായിരിക്കും അറിയുമോ ഇവര് ഇതുപോലെയൊക്കെയുള്ള മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാ ഇതൊക്കെ ചെലവഴിച്ചെന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ അവര് പൈസ മോഷ്ടിക്കാൻ തുടങ്ങും. പിന്നെന്താ, വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കാന്, വേറെ പലയിടത്തുനിന്ന് മോഷ്ടിക്കാന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലൊക്കെ ഉള്ളത് കാരണം അതെല്ലാം മയക്കുമരുന്നിന്റെ ലക്ഷണങ്ങളാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതൊക്കെ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളുടെ തുടക്കത്തിൽ തന്നെ വേറെ ഒരു തെറ്റായിട്ടൊരു ദിശയിലോട്ടാണ്, ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം എന്നുള്ളൊരു കാര്യം നമുക്ക് മുളയിലെ നുള്ളിയാൻ അത്രേ നല്ലത്. നിപ്പിംഗ് ഇൻ ദ ബഡ്. അപ്പൊ മണി ഇഷ്യൂസ്. അപ്പം പിന്നെ ഞാൻ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഞാൻ ഇപ്പം ഈ ചോദ്യങ്ങളിൽ പിന്നെ വേറെയും കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ഡ്രഗ്സിന്റെ കാര്യം മാത്രം പറഞ്ഞ് നിങ്ങളെ അങ്ങനെ അങ്ങ് ഇരുത്തുന്നില്ല. ഞാൻ അതിന്റെ കുറച്ച് 1-2 വീഡിയോസും കൂടെ കാണിച്ച് ആ ഡ്രഗ്സിന്റെ ആ പോർഷൻ തീർക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ചോദ്യങ്ങളുണ്ടെങ്കിലും പറയാം. അപ്പൊ ഈ കഞ്ചാവ്, കനാബിസ് എന്ന് പറയും. ഞാൻ മുമ്പേ കഞ്ചാവ് ചെടിയുടെ പിക്ചറും കഞ്ചാവിന്റെ ചില ഇതൊക്കെ കാണിച്ചല്ലോ. അപ്പം കഞ്ചാവ് അടിക്കുന്നവർക്കുള്ള അവര് സ്മോക്ക് ചെയ്തായിരിക്കും ചിലപ്പോൾ കഴിക്കുന്ന രീതിയിലുള്ള കേക്ക് മാതിരിയുള്ള ചിലതിലായിരിക്കും, ചിലര് പുകച്ച രീതിയിലുള്ളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ആയിരിക്കും. അപ്പം ഇത് അവർക്ക് വലിയ എന്തോ സന്തോഷം തോന്നുന്നോണൊക്കെ തോന്നും. പെട്ടെന്ന് ഹാർട്ട് റേറ്റ് ഒക്കെ കൂടും, ബ്ലഡ് പ്രഷർ ഒക്കെ കൂടും, കണ്ണ് ചുവന്നിരിക്കും, വരണ്ട് പോകും. റീസെന്റ് ആയിട്ട് കഞ്ചാവ് അടിച്ച അങ്ങനെ വരണ്ടിരിക്കുന്നതും കണ്ണ് ചുവന്നിരിക്കുന്നതുകൊണ്ടൊക്കെ. പിന്നെ കോർഡിനേഷൻ വലിയ എല്ലാം ഒന്ന് ക്രമപ്പെടുത്തി കോർഡിനേറ്റ് ചെയ്തൊന്നും ചിന്തിക്കാനും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. ശ്രദ്ധ കുറവ്, ഓർമ്മയിലുള്ള കുറവ്, സ്ലോഡ് റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ വിളിച്ചിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഉത്തരം വരുന്നേ. അപ്പം ചില എന്തോ അടിച്ചു കിറങ്ങിയിരിക്കുമെന്ന് മനസ്സിലാവണം. എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇത് ഇങ്ങനെ കുറച്ച് സ്ലോ റിയാക്ഷൻ ടൈം എല്ലാവരും കഞ്ചാവ് പിടിച്ചാന്നും അല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളായിട്ട് വരാം. പിന്നെ ആങ്സൈറ്റി ഓർ പാരനോയിഡ് തിങ്കിങ്, ഭയങ്കര വെപ്രാളം. പാരനോയിഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സംശയം, അവരൊക്കെ എനിക്ക് എതിരായിട്ട് എന്തോ ചെയ്യുന്നു, എല്ലാവരും എന്നെ കുറിച്ചാണ് പറയുന്നത്, അവരെന്നെ കളിയാക്കുന്നത്. അത് പല പല കാരണങ്ങളുണ്ട്. സാധാരണ ഒരു മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ടും അങ്ങനെ വരാം. പിന്നെ ഈ കനാബിസ് കാരണം, കഞ്ചാവ് കാരണം തന്നെ മതിഭ്രമത്തിലേക്ക്, സൈക്കോസിസിലൂടെ പോകുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള സംശയങ്ങളെല്ലാം സംശയമാണ്. അയ്യോ എല്ലാവരും എനിക്കെതിരാ, ആരും എനിക്കെതിരായിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാവരും എന്നെ കുറിച്ച് പറഞ്ഞ, അവരെല്ലാം എന്നെ കളിയാക്കുക, അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങേണ്ടത്, അവരെല്ലാം റോഡിൽ എന്നെ കുറിച്ച് അവർ പറയുക. ചിലർ പറയും ടി വിയിൽ എന്നെ കുറിച്ചാണ് പറയുന്നതെന്ന് പറയും, ചിലർ പറയും ഇങ്ങനെ പത്രത്തിൽ എന്നെ കുറിച്ച് ന്യൂസ് വരുന്നതെന്ന് പറയും. അങ്ങനെ സൈക്കോസിന്റെ തലത്തിലോട്ടൊക്കെ പോകുന്ന ഈ ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിനകത്ത് ശാരീരിക മാറ്റങ്ങൾ ഞാൻ പറഞ്ഞ കണ്ണിന്റെ ചുവപ്പും, പിന്നെ ചിലപ്പം അതിനടുത്ത സ്ലൈഡിലോട്ട് വരുന്നുണ്ട് യെല്ലോ ഫിംഗർ ടിപ്സ്. ഇത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പം എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല, കൈയുടെ വിരലിന്റെ അറ്റമൊക്കെ ചിലപ്പോൾ കുറച്ചൊന്ന് മഞ്ഞിച്ചൊക്കെ ഇരിക്കും ഈ അതൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ബിരുദന്മാർ അതൊക്കെ നന്നായിട്ടൊക്കെ എല്ലാം ക്ലീൻ ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ കൈയുടെ അറ്റം ചില മഞ്ഞിച്ചിരിക്കുന്നതോ കണ്ണ് ചുവന്നിരിക്കുന്നതോ ഒക്കെ അതിന്റെ ലക്ഷണങ്ങളായിക്കൂടുന്നില്ല. ചില ഫുഡിനെ കുറിച്ച് അവർക്ക് ചില സമയത്ത് പെട്ടെന്ന് ഇന്ന ഫുഡ് വേണമെന്നുള്ള ഭയങ്കര ക്രേവിങ്, ഇങ്ങനെയൊക്കെ ഉള്ളത് കഞ്ചാവിന്റെ ഉപയോഗത്തിലേക്ക് ഒരു ലക്ഷണങ്ങളായിട്ടൊക്കെ വരാം. അപ്പം മനസ്സിന്റെ ലക്ഷണങ്ങളുണ്ട്, ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. പിന്നെ ലോങ് ടേം യൂസ് ഒരുപാട് നാളുകൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ ഉള്ള മനസ്സിന്റെ ആ ഒരു ഷാർപ്നെസ്, ഒരു ശ്രദ്ധയും ഓർമ്മയും, സ്കൂളിലും ജോലിയിലും ഒക്കെ ഉള്ള അവരുടെ ആ ഒരു പ്രകടനങ്ങൾ, പെർഫോമൻസ് ഒക്കെ കുറയുന്നു, മാർക്കൊക്കെ കുറയുന്നു, ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ പിന്നെ ചിലർക്ക് ഇതൊക്കെ ഇൻഹെയിൽ ചെയ്ത് ചുമയും ലങ് ഇൻഫെക്ഷൻസും അങ്ങനെയൊക്കെയുള്ള പോലെ ശ്വാസകോശങ്ങളുടെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരും. MDMA എന്ന് പറഞ്ഞ വേറൊരു മയക്കുമരുന്നുണ്ട്. അതും ഇതുപോലെ വലിയ ഹൈ ആയിട്ടൊക്കെ തോന്നും, ഭയങ്കര എനർജി ആയിട്ടൊക്കെ തോന്നും, ഭയങ്കര അജിറ്റേഷൻ, പെട്ടെന്ന് നിന്ന് എല്ലാവരോടും ചെന്ന് മിണ്ടുന്നു, സോഷ്യബിലിറ്റി, സെക്സ് ഡ്രൈവ്, ലൈംഗിക ആസക്തി ഒക്കെ കൂടുന്നു അത് ഉപയോഗിച്ചിട്ട്. പിന്നെ ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും കൂടുന്നു, ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, മസിൽ കൺട്രോൾ നഷ്ടപ്പെടുന്നു, മുമ്പ് പറഞ്ഞ സംശയങ്ങൾ, പാനിക് അറ്റാക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹൃദയമിടിപ്പ് കൂടുന്നു, അങ്ങനെയൊക്കെയുള്ള ഹൃദയമിടിപ്പ് കൂടുന്നു, പെട്ടെന്ന് വിയർക്കുന്നു, ഹാലുസിനേഷൻസ്, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കാണുന്നു, കേൾക്കുന്നു,
ഡെലീറിയം, സ്ഥലകാല ബോധ വിഭ്രമം, ഇത് എവിടാ എവിടാ, ഇത് രാവിലെയാണോ രാത്രിയാണോ, നിങ്ങൾ ആരാ, എന്നൊക്കെ അറിയാത്ത രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഡെലീറിയം എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ വരാം. പിന്നെ സൈക്കോട്ടിക് വയലന്റ് ബിഹേവിയർ, ഭയങ്കര അക്രമാസക്തമാകുന്നു, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടൊക്കെ ചിന്തിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില അഡിക്ഷൻസ്, പിന്നെ പല ബിഹേവിയറൽ അഡിക്ഷൻസ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞില്ല, തലച്ചോറിന്റെ കാര്യം പറഞ്ഞു. ഇതെന്തുവാ നിങ്ങളെ, ആ ബ്രെയിൻ, തലച്ചോറ്, നമ്മുടെ തലച്ചോറിന്റെ ഒരു സാജിറ്റൽ സെക്ഷൻ ആയി കാണുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാല് അത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് കാണുന്നുണ്ടോ നിങ്ങൾക്ക് വായിക്കാൻ അത്ര ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ലായിരിക്കും. എന്നാലും നമ്മുടെ തലച്ചോറിൽ ചില ഏരിയകളുണ്ട്. അതിന്റെ 3 ഏരിയ പ്രത്യേകിച്ച് ഞാൻ പറയാം: പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, ന്യൂക്ലിയസ് അക്യുംബൻസ്, വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ എന്നൊക്കെ പറയും. നിങ്ങൾ കൊച്ചു പിള്ളേർ, നിങ്ങൾ ഞാൻ കടിച്ചപ്പെട്ടത് വാക്ക് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമല്ല, ഒന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. തലച്ചോറിൽ പല പല ഏരിയകളുണ്ട്. അതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു രാസപദാർത്ഥത്തിന്റെ ഒരു വഴി, ഒരു പാത്വേ ഉണ്ട് നമ്മുടെ തലച്ചോറിൽ. അതിനാ പ്ലഷർ പാത്വേ അല്ലെങ്കിൽ റിവാർഡ് പാത്വേ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാല്, പെട്ടെന്ന് എന്താ ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു രാസപദാർത്ഥം ഒരുപാട് അങ്ങ് സെക്രീറ്റഡ് ആവും. അപ്പൊ അവർക്ക് പെട്ടെന്ന്, മുമ്പേ പറഞ്ഞില്ലേ, മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് സന്തോഷം കിട്ടുവാണെങ്കിൽ തോന്നും. പക്ഷെ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ രാസപദാർത്ഥം തലച്ചോറിൽ അധികമായിട്ട് ഉൽപ്പാദിക്കപ്പെടുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് അതിനുശേഷം പിന്നെ അവർക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ആ ലെവലിലുള്ള ഡോപ്പമിൻ റിലീസ് ഉണ്ടെങ്കിൽ, ആ റിലീസ് അത്രയും രാസപദാർത്ഥം അവിടെ സെക്രീറ്റഡ് ആണെങ്കിൽ അവർക്ക് ആ ഒരു സന്തോഷം അവർക്ക് കിട്ടാനൊക്കെ. ഞാൻ പറഞ്ഞു വെച്ചാൽ തലച്ചോറിന്റെ തലത്തില് അതുപോലെയൊക്കെയുള്ള പല കെമിക്കൽ ഇംബാലൻസിലോട്ടൊക്കെ ഇത് നയിക്കുന്ന വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള കാര്യമാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. മനസ്സിലായത്? ഓക്കെ. പിന്നെ ഞാന് ഇത് കണ്ടോ, ഇതെന്തുവാ, ചേനയാണോ? ഇത് കണ്ടിട്ട് എന്തുപോലെ ഇരിക്കുന്നത്? ചേന മാതിരിയുണ്ട്. ചേന കണ്ടിട്ടില്ലേ? ചേന പോലെ ഉണ്ടല്ലേ? ഇത് ശരിക്കും പറഞ്ഞ ഒരാളുടെ കരളാ. ആരുടെ കരളാന്നറിയാവോ? കള്ള് കുടിക്കുന്നവരുടെ, മദ്യപിക്കുന്നവരുടെ കരള് ഇങ്ങനെ ഇരിക്കും. സാധാരണ നമ്മുടെയൊക്കെ കരള് ഇതുപോലെ ഇരിക്കും, നല്ല ക്ലീൻ ആയിട്ടിരിക്കും. കരളെന്ന് പറഞ്ഞാൽ നമ്മളുടെ വയറില് ഇവിടെ വലത് ഭാഗത്തായിട്ട് താഴെയുള്ള ഒരു കരള്. എന്റെ കരൾ എന്നൊക്കെ പറയത്തില്ലേ? കരൾ എന്ന് പറഞ്ഞാൽ അവയവമുണ്ട്. അപ്പൊ മദ്യപിക്കുന്നവർക്ക് ഈ കരൾ അടിച്ചു പോകുന്നത് കേൾക്കുന്നുണ്ടോ? മോള് കേൾക്കുന്നുണ്ടോ? കരള് കണ്ടോ കുഞ്ഞെ? കരള് കണ്ടില്ലേ? ഇത് ഇങ്ങോട്ട് നോക്കിയിരുന്നാല് കരള് കാണത്തില്ല. നോക്ക്, അവിടെ പിക്ചർ ഉണ്ട്. മോളുടെ വിചാരം അവിടെ ക്ലാസ് എടുക്കുന്നത്. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നോ? അല്ലെങ്കിൽ ഇവിടെ കൊണ്ടിരുത്തും ഞാന്. ഇവിടെ കൊണ്ടിരുത്തണോ? ഓക്കെ, കണ്ടോ? കരള് കണ്ടോ? അപ്പൊ ആരെങ്കിലും കള്ളു കുടിക്കുമ്പോൾ പറയണം, എന്ത് പറയണം? കള്ളു കുടിക്കരുത്, കള്ളു കുടിച്ചാൽ നിങ്ങളുടെ കരൾ ഇതേ ചേന മാതിരി ആവും എന്ന് പറയണം. ഇത് കണ്ടോ, അപ്പുറത്ത് ചേന മാതിരി ഇരിക്കുന്ന കണ്ടോ കരള്, ഇങ്ങനെ മുഴയൊക്കെ ആയിട്ട്. അപ്പൊ കള്ളു കുടിച്ച കരളൊക്കെ ചേന മാതിരി ആയിട്ട് മഞ്ഞപ്പിത്തമൊക്കെ വന്ന് കരളിന്റെ ക്യാൻസർ വന്ന് തട്ടിപ്പോകും. ഞാൻ വെറുതെ പറയുന്നതാണോ? നിങ്ങളുടെയൊക്കെ തന്നെ അയൽപക്കങ്ങളിലും ബന്ധുക്കളുടെ ഇടയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മദ്യപിക്കുന്ന അങ്കിൾമാര് കുറച്ച് കഴിയുമ്പോൾ അടിയും തൂങ്ങിയൊക്കെ വയറൊക്കെ വീർത്ത് വന്ന് ശ്വാസം മുട്ടലൊക്കെ ആയി. ആദ്യം വലിയ രസമെന്ന് പറഞ്ഞ് തുടങ്ങിയതാ. ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ, ബാക്കി എല്ലാവരും കള്ളു കുടിക്കുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ പറ്റത്തില്ല എന്നൊക്കെ ചോദിച്ച് അതിട്ട് വലിയ ബഹളവും കോലാഹലവും ഒക്കെ ഉണ്ടാക്കി. അതിട്ട് അങ്ങനെ അങ്ങനെ ആ മദ്യാസക്തിയിൽ തന്നെ ചെന്ന് അനുതാപവും മനസ്സാന്തരവും ഇല്ലാതെ മരിച്ചു പോയാൽ എങ്ങോട്ടാ പോകുന്നേ? നരകത്തിലോട്ട്. അവിടെ ആരാ കൂട്ടുള്ളേ? പിശാച്, സാത്താൻ. അപ്പൊ സാത്താൻ കുഴിച്ചടിച്ച് കണ്ടോ? അപ്പൊ അതൊക്കെ മദ്യത്തിന്റെ ഇത് കണ്ടോ. ഒരാളാണെങ്കിൽ ഇഞ്ചക്ഷൻസ് ഒക്കെ വെച്ച് കണ്ടോ, ഒരു പയ്യന്റെ ദേഹം കണ്ടോ? അയ്യോ കഷ്ടം. എല്ലാം കുത്തിവെച്ച് ഇഞ്ചക്ഷൻ ഒക്കെ, ഈ മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ കുത്തിവെച്ച് ഇതേ അതുപോലെ ആയിപ്പോയി. കണ്ടോ? ജീസസിനെ അറിയാത്തതിന്റെ കുഴപ്പമാണ്. ഇത് കണ്ടോ? ഇതെന്താ? ആ ലങ്സ്. അതിനകത്ത് ഹൃദയം കൂടെ ഉണ്ട്. ലങ്സിന്റെ ഇടയ്ക്ക് ഒരു ഹൃദയം ഉണ്ട്. ലങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശം. നമ്മുടെ ശ്വാസം എല്ലാവരും ഒന്ന് എടുത്തേ. അപ്പൊ ശ്വാസം എങ്ങോട്ടാ പോയേ? നമ്മള് ശ്വാസം ഉള്ളിലോട്ട് എടുത്തപ്പം ഈ ശ്വാസം എല്ലാം കൂടെ എങ്ങോട്ട് പോയി? നമ്മുടെ ഇവിടെ 2 ഇതുപോലുള്ള അവയവങ്ങളുണ്ട്, ലങ്സ്. അതിന് ഇവിടെ ഇടതുവശത്തായിട്ട് ഹൃദയവും ഉണ്ട്, എന്നാൽ വലിയ അവയവങ്ങളുണ്ട്, ലങ്സ്. അതിനാ ശ്വാസകോശം എന്ന് പറയുന്നത്. അപ്പൊ ശ്വാസം എടുക്കുന്നതെല്ലാം എങ്ങോട്ടാ പോകുന്നത്? ഈ ലങ്സിലോട്ട് പോയി വേണം അതിനകത്ത് ഓക്സിജനൊക്കെ നമ്മുടെ ബ്ലഡിലൊക്കെ ചേർന്ന് പോയിട്ട് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ നമ്മൾ ശ്വസിച്ച് അങ്ങോട്ട് പുറത്തോട്ട് വിടുന്നത്. നിങ്ങൾ ബയോളജിയിൽ പഠിക്കുന്നില്ലേ? ഇല്ലേ? പഠിച്ചിട്ടില്ലേ? അപ്പൊ ആ ശ്വാസകോശത്തിന്റെ പിക്ചർ. അപ്പൊ ഇത് നല്ല ശ്വാസകോശം, മറ്റേത് എന്താ? ചീത്ത ശ്വാസകോശം. അതെങ്ങനെ ചീത്തയായി പോയേ? എങ്ങനെ ചീത്തയായി പോയവനെ? ഏ ലങ്സ് എങ്ങനെ ചീത്തയായി പോയേ? ഡ്രഗ്സ് യൂസ് ചെയ്ത്. ഏത് സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ലങ്സിലെ അഫക്ട് ചെയ്യുന്നേ?
സ്മോക്കിംഗ്, എല്ലാവർക്കും അറിയാമല്ലോ. സ്മോക്കിംഗ്, പുകവലിക്കുമ്പോ ആ സിഗരറ്റിന്റെ കവറത്തിന് ഇതിന്റെയൊക്കെ പിക്ചർ ഗവൺമെന്റ് കൊടുക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ചില ഈ ശ്വാസ സ്മോക്കിംഗ്, അതും നമ്മൾ സ്മോക്ക് ചെയ്യണ്ടെങ്കിൽ ഇപ്പം സ്മോക്ക് ചെയ്യുന്ന അങ്കിൾമാരുടെയോ ചേട്ടന്മാരുടെയോ അടുത്ത് നിന്ന് നിന്നാലും ആ പുകയെല്ലാം കൂടെ ശ്വസിച്ചാലും എന്ത് പറ്റും? പാസീവ് സ്മോക്കിംഗ് എന്ന് പറയും. നമ്മൾ സ്മോക്ക് ചെയ്തില്ലെങ്കിലും വേറെ സ്മോക്ക് ചെയ്യുന്നവരുടെ അടുത്ത് പോയി നിന്ന് ആ പുകയെല്ലാം കൂടെ നമ്മൾ ശ്വസിച്ചാലും ഈ പുകയെല്ലാം കൂടെ നമ്മളുടെ ശ്വാസകോശത്തിലേക്ക് വന്ന് അടിഞ്ഞുകൂടി 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 ഇതുപോലെ കറുത്ത് കരുവാളിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ചുമ തുടങ്ങും, ശ്വാസം മുട്ടൽ തുടങ്ങും, രക്തം കോഫ് ഔട്ട് ചെയ്യാൻ തുടങ്ങും, ചുമച്ച് തുപ്പാൻ തുടങ്ങും. ചുമച്ച് തുപ്പുമ്പോൾ കഫമല്ല രക്തം വരാൻ തുടങ്ങും. ലങ്സിന്റെ ക്യാൻസർ, അർബുദം, അത് കഴിഞ്ഞിട്ട് ലങ്സിന്റെ ക്യാൻസർ എല്ലായിടത്തും ബാധിച്ച് ശരീരം എല്ലാം ബാധിച്ച് വല്ലാതെ വിഷമിച്ച് ശ്വാസമൊന്നും കിട്ടാതെ നരകിച്ച് മരിക്കുന്ന എത്രയോ പേരുണ്ട്. സിഗരറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാ. അപ്പൊ നല്ല സുഖമുണ്ട്, സിനിമാ നടന്മാരൊക്കെ വലിക്കുന്നുണ്ട്, പൂ എന്നൊക്കെ പറഞ്ഞ് സ്റ്റൈലിലൊക്കെ കാണിക്കും. പക്ഷെ പൂന്ന് വലിച്ചിട്ട് പൂന്ന് പോവും, അത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ടോ? അത് നോക്കി, എങ്ങനെയുണ്ട്? എല്ലാം കൂടെ കരളും ഇങ്ങനെ ശ്വാസകോശം എല്ലാം കൂടെ അഴിഞ്ഞ് ആ ഒരു രീതിയിൽ സ്മോക്കിംഗ്, പുകവലി. നമ്മുടെ വീട്ടിൽ തന്നെ, വീട്ടിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയണം, ഇങ്ങനെ വലിച്ചത് ഇതുപോലെ ആയി പോകുമെന്ന് പറയണം. കണ്ടോ, നോർമൽ ലങ്സും ഇതുപോലുള്ള ലങ്സും കണ്ടോ, അബ്നോർമൽ ലങ്സും സ്മോക്കേഴ്സ് ലങ്സും. ഇത് കണ്ടോ, മറ്റേ പൂളും ഹാൻഡ്സും ഒക്കെ ഞാൻ കാണിച്ചില്ലേ, പുകയില, പിന്നെന്താ ഈ മുറുക്കുന്നത്, ഹാൻഡ്സ്, കൂൾ എന്നൊക്കെ പറഞ്ഞ് മോണയുടെ പല്ലിന്റെ ഒക്കെ ഇടയിലൊക്കെ വെക്കുമ്പോ മോൻ കണ്ടത് ആ പിക്ചർ കണ്ടില്ലേ? അവിടെ അത് കാണുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഒരാളുടെ വായ അത് കണ്ടിട്ട് വായാന്ന് തോന്നുന്നുണ്ടോ? ഏ വൃത്തികേടല്ലേ? സോ അതെന്താ? വായുടെ ക്യാൻസർ ആയതാ. ഇതുപോലൊക്കെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ വായില് ഒക്കെ ക്യാൻസർ വരുന്നതാണ്. പിന്നെ കാണാൻ ഭംഗിയുണ്ടോ? ഇല്ല, കഷ്ടം. പക്ഷെ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പദാർത്ഥങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുകയോ അങ്ങനെ മറ്റുള്ളവർ ഉപയോഗിക്കുവാണെങ്കിൽ ഇതിന്റെ അതിന് മൂന്നാമത്തെ ചോദ്യം, കൂട്ടുകാർ ചെയ്യുന്ന ഇങ്ങനെയുള്ള പ്രവർത്തികൾ പുറത്തു പറഞ്ഞാൽ അത് അവർക്ക് കുഴപ്പമാകത്തില്ലേ എന്നാ ചിലരുടെ ചോദ്യം. കൂട്ടുകാരന്മാർ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മിണ്ടാതിരുന്നേക്കാം എന്ന് വിചാരിക്കണോ? പക്ഷെ അവരെ അത് ദോഷവശത്തേക്ക്, അവരെ അത് പിശാചിന്റെ നിത്യ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സ്കൂളിലാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചർമാരോട് പറയാം, നിങ്ങളുടെ അയൽവക്കത്ത് ആരെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് പറയാം. പിന്നെ അത് എങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, യോദ്ധാവ്, നമ്മുടെ കേരള പോലീസിന്റെ ഒരു നമ്പറാണ്. യോദ്ധാവ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് നമ്പറുള്ള, വാട്സപ്പില് 9959966666 എന്നുള്ള നമ്പറുണ്ട്. അപ്പൊ ആ നമ്പർ, അത് വാട്സപ്പ് ഉള്ള ഒരു നമ്പറാണ്, കേരള പോലീസിന്റെ നമ്പറാണ്. ആ നമ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് അത് എന്തെങ്കിലും ഈ ഡ്രഗ്സിന്റെ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും നമ്മൾ കാണുന്നത്, ചില കടയിൽ ഹാൻഡ്സ് വിൽക്കുന്നുണ്ട്, കൂള് വിൽക്കുന്നുണ്ട്, ഇതൊക്കെ നിരോധിത ഉൽപ്പന്നങ്ങളാണ്. സർക്കാർ നിരോധിച്ച കാര്യങ്ങളാണ് ഈ ഹാൻഡ്സും കൂളും ഒക്കെ. അപ്പൊ അതൊക്കെ സ്കൂൾ പരിസരത്ത് വിൽക്കുന്നുണ്ട്, ഇന്നടത്ത് ഇന്ന കടയിൽ ഇത് കിട്ടുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചില എന്തൊക്കെയോ ഇഞ്ചക്ഷൻസ് മാതിരിയുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ചില ടിപ്പുകള്, ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ അത് ഹൂ, വെൻ, വെയർ, WWW, നമ്മുടെ ഇന്റർനെറ്റിൽ WWW എന്ന് എഴുതത്തില്ലേ, പറഞ്ഞാല് ഹൂ, ആര്, എപ്പോ, എവിടെ എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് അതൊരു വോയിസ് മെസ്സേജ് ആയിട്ടോ ചാറ്റ് മെസ്സേജ് ആയിട്ടോ വീഡിയോ ആയിട്ടോ ഈ വാട്സപ്പിലോട്ട് അയച്ചാല് ആരാ അയക്കുന്നതെന്ന് പോലീസ് ചെക്ക് ചെയ്യുന്ന പോലീസുകാർക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിലാണ് അവര് അത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അത് ക്രമീകരിച്ചിട്ടുള്ളത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും അറിഞ്ഞാൽ അവര് നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വരുമോ എന്ന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ വാട്സപ്പ് നമ്പറിൽ അത് റിപ്പോർട്ട് ചെയ്താൽ അവർ പോലീസ് അതിന്റെ ആക്ഷൻ പെട്ടെന്ന് എടുക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തടയാനും പല രീതിയിൽ ഇതൊക്കെ പിന്തിരിപ്പിക്കാനും ഒക്കെ നമുക്ക് പറ്റും. മനസ്സിലായോ? അപ്പൊ അതിന്റെ കാര്യമൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ഒരു ഷോർട്ട് വീഡിയോസ് ഞാനിപ്പം കാണിക്കാൻ പോവാ. ഒന്ന് ഈ ഡ്രഗ് അഡിക്ഷനെ കുറിച്ചുള്ള, ഒരു കൊച്ചു പയ്യനെ കണ്ടോ, ഒരു പാട്ട് കേൾക്കാൻ തുടങ്ങും, നിങ്ങളത് ശ്രദ്ധിക്കണം. എന്താ അതിനകത്ത് കണ്ടെന്ന് ഞാൻ ചോദിക്കും കേട്ടത് കഴിഞ്ഞിട്ട്. കൊച്ചു പയ്യനെ വലുതായി വലിയ സ്കൂളിലൊക്കെ വലിയ പാൻസും ഷർട്ടും ഒക്കെ ഇട്ട് വലിയ ആളൊക്കെ ആയി. അപ്പോഴത്തേക്കും പിന്നെ കൂട്ടുകാരന്മാരുടെ കൂടെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലോട്ടൊക്കെ പോയി അവസാനം അങ്ങ് അതിന് കോംപ്ലിക്കേഷൻ ഒക്കെ വന്ന് മരിച്ചു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ റിയലായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി നടക്കുന്നതാണ്. മനസ്സിലായോ?
അതുപോലെ വേറൊരു വീഡിയോ, അപ്പൊ ആ മയക്കുമരുന്നിന്റെ ഉപയോഗത്തില് കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്ന് അച്ഛനമ്മമാരെ അത്രമാത്രം സ്നേഹിച്ച് വളർത്തിയ ആ പയ്യനെ അതുപോലെ നഷ്ടപ്പെട്ടു പോകാൻ ഇടയായി പോയല്ലോ. അപ്പൊ അതുപോലെയുള്ള വേറൊരു സ്മോക്കിംഗ്, പുകവലിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തെ അത് നമ്മളെ ശ്വാസകോശത്തിലേക്കായി പുകയെല്ലാം കൂടെ പോകുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ, എങ്ങനെ. പിന്നെ ആത്മഹത്യാ പ്രവണതകൾ ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടാകുന്നത് എങ്ങനെ അതിനെ മറികടക്കാം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ആത്മഹത്യ എന്ന് പറഞ്ഞ ഉള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താ? സൂയിസൈഡ് എന്ന് പറഞ്ഞാല് ചിലര് തങ്ങളുടെ ജീവിതം അവര് തന്നെ എടുത്ത് തങ്ങളെ തന്നെ കൊല്ലുന്നതിന് പറയുന്നേ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് ആരിൽ നിന്നുള്ള ചിന്തയാണെന്നറിയാവോ? സൂയിസൈഡ് മുമ്പേ പറഞ്ഞാണ്. ആരുടെ ചിന്തയാ? പിശാചിന്റെ ചിന്തയാ. അത് എങ്ങനെ പറയുന്നതെന്നറിയാവോ? നമ്മള് ബൈബിളില് ഒരു വാക്യമുണ്ട്, കള്ളൻ എന്തിനാ വരുന്നേ, ദുഷ്ടൻ എന്തിനാ വരുന്നേ. യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഞാൻ വായിക്കുക. 10-ന്റെ 10 എന്ന് ഓർക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് അല്ലെ? 10-ന്റെ 10 എന്താ പറയുന്നത്? യോഹന്നാൻ 10-ന്റെ 10, ദ തീഫ് കംസ് ഓൺലി ടു സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്. എന്താ? മോഷ്ടിക്കുവാനും. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? മിടുക്കി. ചിലർ ബൈബിൾ എടുത്ത് മോള് വായിച്ച്. യോഹന്നാൻ 10-ന്റെ 10 വായിച്ചു. എടുത്തോ? ഞാൻ വായിക്കാം. എടുത്തോ? മോഷ്ടിക്കുവാൻ. കള്ളൻ എന്തിനാ വരുന്നത്? കള്ളന് നിങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറിയിട്ടുണ്ടോ? ആ, കള്ളൻ എന്തിനാ വരുന്നേ? നമുക്ക് പൈസ കൊണ്ട് തരാനാണോ? അല്ല, ഉള്ളതും കൂടെ എടുത്തോണ്ട് പോകാൻ, മോഷ്ടിക്കാൻ, നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ എന്ന് പറഞ്ഞാല്. ആ, ആരാണ് ഈ യേശു പറയുന്ന കള്ളൻ? പിശാജ്. പിശാജ് എന്താ ചെയ്യുന്നേ? മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ യേശു എന്തിനാ വരുന്നേ? അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നതെന്ന് ആരാ പറഞ്ഞേ? യേശു കർത്താവ് പറയുന്നത്. അപ്പോ മോഷ്ടിക്കുവാനും അറുക്കുവാന്ന് പറഞ്ഞാൽ എന്താ? കിൽ. ചിലര് മറ്റുള്ളവരെ കൊല്ലുന്നു, ചിലര് തങ്ങളെ തന്നെ കൊല്ലുന്നു. ഹോമിസൈഡ് എന്ന് പറയും, സൂയിസൈഡ്. മറ്റുള്ളവരെ കൊല്ലുന്നതിനാ ഹോമിസൈഡ്, സ്വയമായിട്ട് കൊല്ലുന്നതിനാ സൂയിസൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ പിശാചിന്റെ ചിന്തകളാണ്. പിശാചാണ് മോഷ്ടിക്കുക. നമ്മുടെ ഉള്ള സന്തോഷവും സമാധാനവും വിശുദ്ധിയും സമാധാനവും എല്ലാം സ്വസ്ഥതയും എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആരായി? പിശാച്. പിന്നെ മോഷ്ടിക്കുവാനും അറുക്കുവാനും നമ്മളെ തന്നെ കൊല്ലാനോ മറ്റുള്ളവരെ കൊല്ലാനോ ഒക്കെ ഉള്ള ചിന്തകൾ വരുന്നത് പിശാചിന്റെ ചിന്തകളാണ്. പിന്നെ മുടിക്കുവാൻ, അതെല്ലാം ഡിസ്ട്രോയ് ചെയ്യുവാൻ ഉള്ള അത് നമ്മൾ ശാരീരികമായിട്ടുള്ള മരണത്തിന്റെ കാര്യം ആവട്ടെ, ആത്മീയമായിട്ടും നമ്മളിൽ നിന്ന് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും ഒക്കെ വരുന്ന ആരാണ്? ഈ കള്ളനാണ്. അപ്പൊ ഈ സൂയിസൈഡ് എന്ന് പറയുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യാ പ്രവണതകള് ഇപ്പൊ വളരെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ ആത്മഹത്യയിലോട്ടൊക്കെ പോകുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് പലർക്കും എന്തറിയത്തില്ല, ടു ഫേസ് ദ ഫെയിലിയർ. ഈ ഒരു ഇത് കണ്ടോ? ഫേസിങ് ഫെയിലിയർ. എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ അങ്ങോട്ട് നോക്കുന്നുണ്ടോ? ഓക്കെ. ടു ഫേസ് ദ ഫെയിലിയർ എന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം എപ്പോഴും നമ്മൾ വിചാരിച്ചോണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കുമോ? ഇല്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാം. ചിലപ്പം കൂട്ടുകാർ കളിയാക്കുന്നതായിരിക്കാം, ചിലപ്പം നമ്മുടെ മാതാപിതാക്കൾ തന്നെ നമ്മളെ വഴക്ക് പറയുന്നതായിരിക്കാം, ടീച്ചേഴ്സ് എന്തെങ്കിലും നമ്മളെ തിരുത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവര് കുറച്ചുകൂടെയൊക്കെ കോളേജിലും ഹൈസ്കൂളൊക്കെ ആകുമ്പോഴത്തേക്കും റിലേഷൻഷിപ്സ് എന്നൊക്കെ പറഞ്ഞു പോകും. റിലേഷൻഷിപ്സ് എന്ന് പറയാൻ കേട്ടിട്ടുണ്ടോ? പ്രണയബന്ധങ്ങൾ. അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം കൂടെ ചേർന്ന് അവര് ജോഡിയാ, പ്രണയവാ, കപ്പിള എന്നൊക്കെ പറഞ്ഞ് അവര് സ്നേഹിക്കാനൊക്കെ പറഞ്ഞ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒരാൾ ഇട്ടിട്ട് പോവും, തിരിച്ചിട്ട് പോകും എന്ന് പറയും. എന്ത് പറ്റും അപ്പൊ? അപ്പൊ മറ്റേ ആൾക്ക് ഭയങ്കര വിഷമമാവും. അപ്പൊ പിന്നെ ഇനിയിപ്പോ പോയി അങ്ങ് മരിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റേ ആളെ ചെന്ന് കൊന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള ചിന്ത ആരിൽ നിന്ന് വരുന്ന? പിശാചിന്ന് വരുന്നതാണ് നമ്മളിപ്പം കണ്ടത്. വചനം നമ്മളിപ്പം കണ്ടില്ലേ? അപ്പം എന്തെങ്കിലുമൊക്കെ ചില ഫെയിലിയേഴ്സ്, ചില തോൽവികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ചിലപ്പോൾ നമ്മൾ തന്നെ ചെയ്തതിന്റെ ഗുരുതര ഫലമായിരിക്കും, അനന്തര ഫലമായിരിക്കും ചില തോൽവികൾ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പഠിക്കാത്തതുകൊണ്ടായിരിക്കും പരീക്ഷ മാർക്ക് കുറഞ്ഞു പോയി, നമ്മൾ തോറ്റുപോയി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ചെന്ന് ചാടി എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ ഒക്കെ കാരണമുള്ള ചില കാര്യങ്ങളുണ്ടായിരിക്കും. എല്ലാവരും എന്നെ നോക്കുന്നുണ്ടോ? അപ്പൊ ആ തോൽവികള് നമ്മളുടെ തന്നെ കുഴപ്പം കൊണ്ട് വരാം. ചിലപ്പോൾ നമ്മളുടെ കുഴപ്പം ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മളുടെ ചില സാഹചര്യങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില തോൽവികള്, ചില പരാജയങ്ങള്, ചില പ്രശ്നങ്ങളൊക്കെ
നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചേക്കാം. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രോഗം, എന്തെങ്കിലും ഒരു ചിലപ്പോൾ ക്യാൻസർ, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെയൊക്കെയുള്ള ചില രോഗാവസ്ഥകൾ, അതുപോലെയൊക്കെയുള്ള ചില പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ ചില ഡിസീസസ്, ചിലപ്പോൾ പൈസയുടെ പ്രോബ്ലംസ്, സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെയൊക്കെയുള്ള വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങള്, ആ, അങ്ങനെയൊക്കെയുള്ള ചില വഴക്കുകള്, ഇന്റർപേഴ്സണൽ പ്രോബ്ലംസ്, അങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് എന്ത് പറ്റുമെന്ന് അറിയാവോ? ചിലരങ്ങ് നെഗറ്റീവായിട്ട് അങ്ങ് ചിന്തിക്കാൻ തുടങ്ങും. നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെയാ പലരും ഈ ആത്മഹത്യയിലോട്ടൊക്കെ എത്തുന്നതെന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നേ. ഉം. എന്തുകൊണ്ട് അവർ ഒരു സുപ്രഭാതത്തിൽ കിട്ടുന്നതിന് ആത്മഹത്യ ചെയ്യുന്നതല്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ പലരും എന്ത് പറ്റും, അത് നമ്മളത് ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ഭാരങ്ങളെല്ലാം, ഈശ്വരത്താങ്കിലേക്ക് നമ്മുടെ ഭാരങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് പകരം അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ തലച്ചോറിൽ ചില രാസപദാർത്ഥങ്ങൾ, ചില വ്യതിയാനങ്ങൾ വരും. ഞാനൊരു ട്രയാങ്കിൾ നിങ്ങളെ കാണിക്കാൻ പോവാം. അപ്പൊ നിങ്ങളത്, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിന് എത്ര സൈഡ് ഉണ്ട്? ഓക്കെ. ഈ ട്രയാങ്കിളിന്റെ മൂന്ന് കോണില് എന്തൊക്കെ എഴുതിയേക്കുന്നത്? ഇതിന് ഈ പറയുന്ന ഈ ട്രയാങ്കിളിന് പറയുന്ന പേര് എന്താണെന്ന് അറിയാവോ? എന്താ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്? കോഗ്നിറ്റീവ് ട്രയാങ്കിൾ എന്ന് പറയും. നമ്മുടെ ആ, ഒരു മനസ്സിന്റെ പ്രവർത്തനത്തിനെ വളരെ സിമ്പിളായിട്ട് ഒരു സ്കിമാറ്റിക് ഡയഗ്രമായിട്ട് വരച്ചിരിക്കുകയാണ് അത്. എന്ന് പറഞ്ഞാൽ അവിടെ മുകളിൽ തോട്ട്സ്, നമ്മുടെ ചിന്തകളുണ്ട്. പിന്നെ ഇവിടെ ഈ കോണിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇമോഷൻസ്, നമ്മളുടെ വികാരങ്ങളുണ്ട്. അങ്ങേ അറ്റത്ത് എന്താ? ബിഹേവിയർ, നമ്മളുടെ സ്വഭാവം. ഉം. അപ്പൊ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മളത് എന്താ യഥാർത്ഥത്തിൽ ചെയ്യണ്ടേ? എന്ത് നെഗറ്റീവ് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരത്താവിലോട്ട് ഇനി വരണം. ഞാനൊരു വാക്യം നിങ്ങളെ കാണിക്കാൻ പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാ. ഞാൻ ആ വാക്യം പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ പൂരിപ്പിച്ച് പറയുമോ? അധ്വാനിക്കുന്നവരും, ബാക്കി വാക്ക് കേട്ടിട്ടുണ്ടോ? ആ ആ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നുള്ളവരെ നിങ്ങൾ എല്ലാവരും. ആ വെരി ഗുഡ്. അപ്പൊ ആ ആ ആ വാക്യം അവിടെ എഴുതിയിട്ടേക്കുന്നത് കണ്ടോ? ഞാനിത് ഇതിനകത്തൊന്ന് ഷെയർ ചെയ്യാൻ നോക്കട്ടെ. കണ്ടോ? ജീസസ്, അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകണ്ടേ? സ്വർഗത്തിലോട്ട് കർത്താവ് വിളിക്കുമ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ എങ്ങോട്ടാ പോകട്ടെ? കർത്താവിന്റെ അടുക്കിലേക്ക്, യേശുവിന്റെ അടുക്കിലേക്ക് പോകണം. അതാ യേശു കർത്താവ് പറയുന്ന ആ വാക്യമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരും നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ആരാ പറയുന്നേ? യേശു കർത്താവ് പറയുന്നത്. അത് എവിടാ പറയുന്നത് ബൈബിളിലെ? ഏത് വാക്യത്തിലാ? ഓ വെരി ഗുഡ്. മത്തായി 11:28 എല്ലാവർക്കും അറിയാവോ? യേശുകർത്താവ് എന്താ പറയുക? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കും. അപ്പൊ നമ്മുടെ അവിടെ ഒരു പയ്യന്റെ പടം കണ്ടോ? ആ പയ്യൻ എന്താ ചെയ്യുന്നേ? നോക്കിയേ, പയ്യൻ എന്താ ചെയ്യുന്നേ? കുനിഞ്ഞിരിക്കുന്ന എന്താ? ഭാരം ചുമന്നുകൊണ്ടിരിക്കുക. വലിയൊരു ഭാണ്ഡാക്കെട്ട് കണ്ടോ പുറത്ത്? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോ, വലിയ പരാജയങ്ങള്, ചിലപ്പോൾ നമുക്ക് വിഷമമുണ്ടാകുന്ന ചില രോഗാവസ്ഥകള്, വേദനകള്, ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ ആയിരിക്കാം ചിലപ്പോൾ വേദനകൾ, ചിലപ്പം ചില അതിക്രമങ്ങൾ, സെക്ഷൽ അബ്യൂസ് പറഞ്ഞാൽ ലൈംഗിക അതിക്രമം. എന്ന് പറഞ്ഞാല് നമ്മൾ വേണ്ടാത്ത രീതിയിൽ, നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ വേറെ ആരെങ്കിലും നമ്മളെ സ്പർശിക്കുകയോ തൊടുകയോ, അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗമൊക്കെ ചെയ്യുന്നതിന് ലൈംഗിക അതിക്രമം, സെക്ഷൽ അബ്യൂസ് എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്തിന് നിങ്ങളുടെ അറിയാത്ത പ്രായത്തിലൊക്കെ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൂടുന്നില്ല. ഇനിയും നിങ്ങൾ വളർന്നു വരുന്ന പ്രായത്തിൽ ആരെങ്കിലും ഒക്കെ വേണ്ടാത്ത രീതിയിലൊക്കെ നിങ്ങളെ അപ്രോച്ച് ചെയ്തുകൂടുന്നില്ല. നമ്മൾ എല്ലാവരും ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും എല്ലാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഭാരങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പം നമ്മളത് യേശുവിനോട് പറയും, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ ചർച്ചിലെ പാസ്റ്റർ അങ്കിളിനോടും ഒക്കെ പറയുന്നതിന് പകരം നമ്മള് വിഷമിച്ച് ഞാൻ മുമ്പേ ഒരു കോഗ്നിറ്റീവ് ട്രയാങ്കിൾ കാണിച്ചില്ലേ? അതുപോലെ വിഷമിച്ച് ഇരുന്നാല് പിന്നെ പലപ്പോഴും വിഷാദത്തിലോട്ടും ആത്മഹത്യയിലോട്ടും ഒക്കെ പോകാം. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഭാരം കൊണ്ടിരിക്കുന്ന പയ്യൻ എന്ത് ചെയ്തെന്ന് അറിയാവോ? ആ ഭാരം എല്ലാം കൂടെ
അവിടെ നടുക്ക് എന്താ കാണുന്നത്? ആ പടത്തിന് നടുക്ക് കുരിശ് കാണുന്നുണ്ട്. കുരിശിൽ ആരാ മരിച്ചു നമുക്ക് വേണ്ടി? ഏത് ദൈവം? യേശു ക്രിസ്തു. അപ്പൊ കുരിശില് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ ഈ പയ്യൻ എന്ത് ചെയ്തു? ഈ ഭാരം എല്ലാം കൂടെ പയ്യൻ ഇതുപോലെ നിങ്ങളെ പോലെ ഒരു BBS വന്നു. BBS വന്നപ്പോ അങ്കിൾ എന്ത് പറഞ്ഞു കൊടുത്തു? കുരിശിൽ ആര് നമുക്ക് വേണ്ടി മരിച്ചു? നമ്മളുടെ കുറ്റങ്ങളും പാപങ്ങളും നമ്മുടെ കുറവുകളുടെ എല്ലാ ശിക്ഷ ആര് ഏറ്റെടുത്തു? യേശു ക്രിസ്തു ഏറ്റെടുത്ത് കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അപ്പൊ നമുക്കിനി ഒരു ഭാരവും ചുമക്കേണ്ട കാര്യമില്ല. ആ ഭാരമല്ല ആര് ചുമക്കും? ജീസസ് ചുമക്കും. കർത്താവ് നമുക്ക് വേണ്ടി ചുമക്കും. അപ്പൊ അതുകൊണ്ട് ആ ഭാരമെല്ലാം നമുക്ക് എങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും? എന്ത് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മള് അതങ്ങ് യേശു കർത്താവിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് എന്തായി? അവിടെ അവിടെ ആരാ? അതിന്റെ അപ്പുറത്ത് എന്താ കാണുന്നേ? ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടില്ല? ഒരു ബേബി കൊച്ചു കുഞ്ഞ്. ഒരു കൊച്ചു കുഞ്ഞ് ജീസസിന്റെ കരങ്ങളിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടോ? ഒരു അല്ലലും ഇല്ല, അവലാതും ഇല്ല. കണ്ടോ? അതുപോലെ ഒരു സ്വസ്ഥത. അതാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, അല്ലെങ്കിൽ ഐ ഗിവ് യു റെസ്റ്റ്, ഐ ഗിവ് യു, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം, ആശ്വാസം തരാമെന്ന് കർത്താവ് പറയുന്നത്. നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിലേക്ക് കൊടുക്കുന്നതിന് പകരം നമ്മൾ തന്നെ അത് ചിന്തിച്ച് ചിന്തിച്ച് തല ഉണ്ടാക്കിയാൽ എന്ത് പറ്റും? നമ്മളുടെ തലച്ചോറിൽ പല രാസപദാർത്ഥങ്ങളെ പല വ്യതിയാനങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ടാത്ത തരത്തിലുള്ള വല്ലാത്ത വിഷമം, ടെൻഷൻ, പേടി, അയ്യോ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, ടീച്ചറിനെ അടിക്കൂ, പേരൻസ് അച്ഛനെ വഴക്ക് പറയൂ, അമ്മ എന്നെ തല്ലുവോ, ചീത്ത വിളിക്കൂ എന്നൊക്കെ പേടിച്ച് അയ്യോ ഇനിയിപ്പോ ഞാൻ പോയെന്ന് ചത്ത് കളയാന്ന് ആര് ചിന്ത തരും? പിശാച് നമ്മുടെ ചെവിയിൽ മന്ത്രിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കടുകയൊക്കെ ചെയ്യാനൊക്കെ തോന്നും. മനസ്സിലായോ? അപ്പൊ അതാ നമ്മുടെ മനസ്സിന്റെ ആ ഭാരങ്ങളും കാര്യങ്ങളും എല്ലാം കർത്താവിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്ത് നമ്മളൊരു സ്വസ്ഥതയിലേക്ക് വരണം. സ്വസ്ഥതയിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ കണ്ട ആ ട്രയാങ്കിൾ കണ്ടില്ലേ? ആ ട്രയാങ്കിളിലെ പോലെ നമ്മള് ചിന്തകള് നെഗറ്റീവായിട്ട് ചിന്തകളിലോട്ട് പോവുകയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ പറയാൻ ദേഷ്യം, വാശി, ടെൻഷൻ, വെപ്രാളം, ഭയം, പേടി, അങ്ങനെയൊക്കെയുള്ള പല നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ വന്ന് പിന്നെ നെഗറ്റീവ് ബിഹേവിയർ അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുന്നു, എല്ലാവരും എറിഞ്ഞുടയ്ക്കുന്നു, അച്ഛനും അമ്മയും പറഞ്ഞ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരങ്ങ് ഡിപ്രസ്ഡ് ആയിട്ട് എനിക്ക് ആരോടും മിണ്ടാൻ താല്പര്യമില്ല, ഞാൻ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങത്തില്ല, ഇന്ന് സ്കൂളിൽ പോകത്തില്ല, എനിക്ക് മരിച്ചാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ബിഹേവിയേഴ്സിലോട്ടൊക്കെ പോകുന്ന തലത്തിലോട്ടൊക്കെ വരും. അപ്പൊ അത് പിന്നെയും നെഗറ്റീവ് തോട്ടിലോട്ട് പോകും. പിന്നെയും അത് അങ്ങനെ നെഗറ്റീവ് അങ്ങനെ അങ്ങ് അവര് ഒരു വിഷാദ രോഗത്തിലോട്ടും ചിലരങ്ങ് വല്ലാത്ത മതിഭ്രമത്തിലോട്ടും അങ്ങനെ വല്ലാത്ത പ്രയാസത്തിലോട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് തന്നെ പ്രോപ്പറായിട്ട് എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയാതെ വല്ലാതെ കുഴങ്ങിയിരിക്കുമ്പോൾ ശരിക്കും ഒരു മനസ്സിന്റെ ഡോക്ടറെയൊക്കെ വന്ന് കണ്ട്, ഞങ്ങളെപ്പോലുള്ള സൈക്യാട്രിസ്റ്റുകൾ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും കൗൺസിലിങ്ങോ ചെറിയ മെഡിസിൻസ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ എടുത്ത് അതൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കർത്താവിലേക്കൊക്കെ വന്ന് പ്രാർത്ഥിച്ച് അതിലൊരു സ്വസ്ഥത വിടുതൽ നേടാവുന്നേ ഉള്ളൂ. പക്ഷെ പിശാച് എന്ത് ചെയ്യും? ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞ് ഇതുപോലെ നെഗറ്റീവ് ചിന്തകളൊക്കെ ആയിട്ട് അവരങ്ങ് എന്ത് ചെയ്യും? ജീവിതം അവസാനിപ്പിച്ചേക്കാന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. പക്ഷെ അതിലൊന്നും ഒരാവശ്യമില്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതിലെല്ലാം യേശുവിൽ ഒരു പരിഹാരമുണ്ട്. എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയല്ല നിങ്ങൾ ചെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. ജീസസ് എന്ത് തരും? നമുക്ക് ആശ്വാസം തരും, നമുക്ക് സമാധാനം തരും. അപ്പൊ ആ സമാധാനവും കാര്യങ്ങളൊന്നും കിട്ടാതെ പലരും ആത്മഹത്യ പ്രവണതയിലേക്ക് പോകുന്നത്. പിന്നെ 6ാമത്തെ ചോദ്യം കൂടെ ഞാൻ വായിക്കുക. പ്രേമ നൈരാശ്യം, തെറ്റായ കൂട്ടുകെട്ടുകൾ ഇവ എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? പ്രേമ നൈരാശ്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, പലരും ഇതുപോലെയൊക്കെയുള്ള റിലേഷൻഷിപ്പ് ഫെയിലിയർ, ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലോട്ട് പോകും. എന്ന് പറഞ്ഞാല് വലിയ സന്തോഷത്തോടൊക്കെയാ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നേ, എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെൺകൊച്ച് വേറെ അതിനെക്കാട്ട് നല്ലൊരാളെ കാണുമ്പോൾ അയാളുടെ ഇടയ്ക്കേക്ക് പോകുന്നു. അല്ലെങ്കിൽ ആൺകുട്ടി വേറെ പല പെൺകൊച്ചുങ്ങളുമായിട്ട് ഇതുപോലെ ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇങ്ങനെ നിർമ്മല പ്രണയം എന്നൊക്കെ പറഞ്ഞ് അവസാനം വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ ബ്രേക്കപ്പ് ആവുമ്പോൾ അങ്ങ് ആത്മഹത്യ ചെയ്ത് കളയാം, അങ്ങനെ പ്രേമ നൈരാശ്യം, അപ്പൊ ചിലപ്പോൾ കൊലപാതകം ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പല തരത്തിലേക്ക് ചില ആൾക്കാരങ്ങ് വഴുതി പോകുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ലവ് വേഴ്സസ് ഇൻഫാച്ചുവേഷൻ. യഥാർത്ഥത്തിലുള്ള നല്ല സ്നേഹമുണ്ട്, എന്നാൽ ഇൻഫാച്ചുവേഷൻ പറഞ്ഞ് കാണുമ്പോൾ ഉടനെ കൊള്ളാവില്ല, ആ പയ്യൻ കൊള്ളാം, ഈ പെൺകൊച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവര് വാട്സപ്പിലും ഒക്കെ അറിയാതെയൊക്കെ ആര് കാണാതെ, പേരൻസ് കാണാതെ, പേരൻസ് അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ ചാറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ റിലേഷൻഷിപ്പിലൊക്കെ ആവുമ്പോഴാണ് പല പ്രശ്നങ്ങളിലോട്ട് പോകുന്നത്. എന്താ ഈ ഇത് കണ്ടോ? ഇതെന്താ കണ്ടിട്ട് എന്ത് തോന്നുന്നു?
ഓ, മനസ്സിലായോ? മാഗ്നറ്റ് കണ്ടിട്ടുണ്ടോ? നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. ഇപ്പൊ നോർത്ത് പോളും സൗത്ത് പോളും കൂടെ അടുപ്പിച്ച് വെച്ചാൽ എന്ത് പറ്റും? കൂട്ടിമുട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും എപ്പോഴും ഒരു ആരോഗ്യകരമായ ഒരു അകലം വേണം. നമ്മുടെ ക്ലാസ്സിലായാലും ക്യാമ്പസിലായാലും സ്കൂളിലായാലും എവിടെ ആയാലും കൂടുതൽ കൂടുതൽ അടുത്ത് പോകുമ്പോഴാണ് പിന്നെ അത് പ്രേമം, പ്രണയം, അവർക്ക് ഒരാൾക്ക് ചിലപ്പോൾ പ്രേമം തോന്നുന്നു, മറ്റേയാൾക്ക് അയ്യോ അങ്ങനെ ഞാൻ വിചാരിച്ചില്ലെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ പല പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്നത്. അപ്പൊ നമ്മള് യേശുവിന്റെ മക്കളായിട്ടുള്ള നമ്മള് എന്താ ചെയ്യണ്ടേ? നമ്മൾ പഠിക്കേണ്ട കാലത്ത് നമ്മൾ പഠിക്കുന്നു, ആ, പിന്നെ പഠിച്ച് നല്ല ജോലി നോക്കാനും അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ലക്ഷ്യബോധത്തോടെ നമ്മൾ മുമ്പോട്ട് പോകണം. ഇതിന്റെ ഏഴാമത്തെ ചോദ്യം ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഏഴാമത്തെ ചോദ്യം ലക്ഷ്യബോധത്തോടു കൂടി ജയകരമായ ക്രിസ്ത്യൻ ജീവിതം നയിക്കേണ്ടത് എങ്ങനെ? അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരുൺ എന്ന് പറഞ്ഞൊരു അങ്കിളും കൂടെ നമ്മുടെ കൂടെ സംസാരിക്കാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇതുപോലെയുള്ള ആരോഗ്യകരമായിട്ട് അകലമൊക്കെ പാലിച്ചില്ലെങ്കിൽ, ഇപ്പം നിങ്ങൾ വളർന്നു വരുന്ന പ്രായത്തില് ടീനേജ് പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ഒരു ഒരു ആകർഷണമൊക്കെ സ്വാഭാവികമായിട്ട് തോന്നാം. അതൊക്കെ നോർമലായിട്ട് തോന്നുന്നതാണ്. നമ്മളുടെ ശരീരത്തിൽ ചില ഹോർമോണുകളുടെ സെക്രീഷൻസ് കൂടുതലായിട്ട് വരും ടീനേജ് പ്രായം എത്തുമ്പോഴത്തേക്ക്. ടീനേജ് പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 12 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് സാധാരണ ചിലർക്ക് കുറച്ച് മുമ്പേ വരാം, ചിലർക്ക് കുറച്ചുകൂടെ താമസിച്ചായിരിക്കും. അപ്പൊ ഈ അങ്ങനെയൊക്കെയുള്ള ഹോർമോണൽ വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ജെൻഡറിനോട്, എതിർ ലിംഗത്തിലുള്ളവരോട്, ഇപ്പൊ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട്, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടൊക്കെ ഒരു സ്വാഭാവികമുള്ള ഒരു ആകർഷണം തോന്നുന്നത് അത് നോർമലായിട്ടുള്ള സ്വാഭാവികമുള്ള കാര്യം. പക്ഷെ നമ്മൾ അതിൽ ആക്ട് ഔട്ട് ചെയ്ത് ചെന്ന് സംസാരിക്കാൻ നോക്കുന്നു, തൊടാൻ നോക്കുന്നു, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു, എപ്പോഴും എന്ത് എന്ത് കഴിച്ചു, എവിടെ ഉണ്ട്, എന്തെങ്കിലും പറയുന്നു, അങ്ങനെ എപ്പോഴും ഒക്കെ സംസാരിച്ച് എപ്പോഴും അങ്ങ് അതൊരു പ്രണയം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതൊരു ഇൻഫാക്ച്വേഷനാണ്. ഈ ഒരു വാക്ക് നിങ്ങൾ കണ്ടായിരുന്നോ? ഇൻഫാക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മോഹവലയം. നമുക്ക് തോന്നുന്നു ഒരു വലിയ സ്നേഹമാണെന്ന് തോന്നുന്നത്. എന്നാൽ ശരിക്കും നമുക്ക് ആ ഒരു നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലുള്ള ഒരു മോഹവലയമാണ്. ആ ഒരു പ്രായത്തിന്റെ ഒരു ഇളക്കപ്പെരുപ്പമാന്ന് പറയാം. നമ്മളുടെ അറിവില്ലായ്മയിൽ നമുക്ക് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളൊക്കെ തോന്നുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അത് എനിക്ക് ലവറായിട്ട് എല്ലാവർക്കും ഗേൾ ഫ്രണ്ട് ഉണ്ട്, എനിക്ക് എല്ലാവർക്കും ബോയ് ഫ്രണ്ട്, അപ്പൊ എനിക്കും അങ്ങനെ ആയാൽ എന്താ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ വരുന്നതാണ്. പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഒരു ലൈഫ് പാർട്ട്ണർ കാണും. അതാണോ ഇദ്ദേഹം, അല്ലെങ്കിൽ ഇദ്ദേഹം നമുക്ക് അറിയത്തില്ല. അത് അത് ദൈവത്തിന്റെ ആലോചന ഒന്നും തേടാതെ ആരെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഓക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്താ പറ്റുന്നത്? പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് ബ്രേക്കപ്പ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രണയ നൈരാശ്യം കാര്യങ്ങളിലോട്ടൊക്കെ വരുന്നു. അപ്പൊ നമ്മള് ഞാൻ മുമ്പേ കാണിച്ച ഈ മാഗ്നറ്റിന്റെ എക്സാമ്പിൾ ഓർത്താൽ മതി. നമ്മൾ എപ്പോഴും ഒരു ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട്, എതിർ ലിംഗത്തിലുള്ള ആൾക്കാരുമായിട്ട് ഒരു ആരോഗ്യകരമായിട്ട് ഒരു അകലം നമ്മൾ പാലിക്കണം. ആരെങ്കിലും നമ്മളോട് കൂടുതൽ അടുത്തോട്ട് വരാൻ നമ്മൾ അനുവദിക്കരുത്. അത് നമ്മളത് നിങ്ങളുടെ പേരൻസിനോട് ആ കാര്യങ്ങൾ പറയണം. യുവാക്കളോട് ഞാൻ ചിലപ്പോൾ കൊച്ചുങ്ങളോട്, യുവാക്കളോട് പൊതുവായിട്ട് പറയുന്ന ഒരു ഉപദേശമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ അറിയരുതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എന്താണോ അത് നിങ്ങൾ ചെയ്യരുത്. മനസ്സിലായി? ഇത് എന്റെ അച്ഛനും അമ്മയും അറിയാതെ എനിക്ക് ചെയ്യണം എന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുക. മോള് കേൾക്കുന്നുണ്ടോ? ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന മോള് കേൾക്കുന്നുണ്ടോ? എന്താ പറഞ്ഞേ? അച്ഛനും അമ്മയും അറിയാതെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടണമെന്ന് നിങ്ങൾക്ക് തോന്നുവാന്നിരിക്കട്ടെ. നിങ്ങൾ വളരുന്ന പ്രായത്തില് അച്ഛനും അമ്മയും ഇത് അറിയരുത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് എന്തായിരിക്കും? അതിലെന്തോ ഒരു ഗുലുമാലുണ്ട്. അതെന്തോ ഒരു തെറ്റുള്ളതുകൊണ്ടല്ലേ നിങ്ങളെ അച്ഛനും അമ്മയും അറിയരുതെന്ന് ചിന്തിക്കുന്നേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മളങ്ങ് ഒഴിവാക്കുന്നു. ആ, ആരോഗ്യകരമായുള്ള നല്ല ശീലങ്ങളിലേക്ക് വരുന്നു. പിന്നെ അവസാനത്തെ ആ ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് ലക്ഷ്യബോധമുള്ള ജീവിതത്തിലേക്ക് എങ്ങനെയാ വരുന്നത്? നമുക്ക് ഞാൻ ബൈബിളിൽ ഒരു വാക്യം എടുത്ത് വായിക്കട്ടെ. ബൈബിളില് യെരമ്യാവിന്റെ പുസ്തകം അറിയാവോ നിങ്ങൾക്ക്? യെരമ്യാവിന്റെ പുസ്തകം യെരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ആരാ എടുത്ത് വായിക്കുന്നേ? ബൈബിൾ ഉള്ളവർ എത്ര പേരുണ്ട്? ബൈബിള് കയ്യിലുള്ളവർ എത്ര പേരുണ്ട്? കൈ പൊക്കിക്കേ. ഓക്കെ, വെരി ഗുഡ്. യെരമ്യാവിന്റെ പുസ്തകം എടുത്തോ? അറിയാവോ നിങ്ങൾക്ക് യെരമ്യാവിന്റെ പുസ്തകം എടുക്കാൻ? ജെറമായ, യെരമ്യാവ് 29-ാം അധ്യായത്തിലെ ആ വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്യുക. ആ ആ വെരി ഗുഡ്, വെരി ഗുഡ്. അവന്റെ പേരെന്താ? അഖിലേഷ്. അഖിലേഷ് വായിച്ച് നിങ്ങളെല്ലാവരും കേട്ടോ? എന്താ വായിച്ചു? ജെറമയ 29:11. യെരമ്യാവ് 29:11 പറയുന്നത് ജീസസിന് നമ്മളെ കുറിച്ച് വലിയ പ്ലാൻസ് ഉണ്ടെന്നാ.
നിരൂപണങ്ങൾ എന്ന് പറഞ്ഞാല് പ്ലാനുകൾ, പദ്ധതി. ഈ നമ്മളെ കുറിച്ച് ആർക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഉള്ളതെന്ന് അറിയാവോ? നമ്മുടെ പേരൻസിനെക്കാട്ടിലും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാന് യേശു ക്രിസ്തുവിന്, ജീസസിന് നമ്മളെ കുറിച്ചുണ്ട്. യേശുവിന് നിങ്ങൾ ഓരോരുത്തരും പഠിച്ച് വളർന്ന് വലുതായി ഇന്നൊരു നിലയിൽ എത്തണം എന്ന് ആരാഗ്രഹിക്കുന്നുണ്ട്? ദൈവം നിങ്ങളെ കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവം നമ്മളെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. പക്ഷെ നമ്മള് നമ്മുടെ തോന്നിവാസത്തിന് ഉഴപ്പി നടന്ന് പഠിക്കാതെ ഇങ്ങനെ ചുറ്റി നടന്ന് കറങ്ങി നടന്ന്, ശരിയാണ് കളിക്കുകയും ചിരിക്കുകയും എല്ലാം വേണം, പക്ഷേ അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പഠിത്തവും ഇല്ല, പറഞ്ഞ അനുസരിക്കത്തും ഇല്ല. ഇങ്ങനെ തോന്നിവാസത്തിൽ നമ്മൾ അങ്ങനെ അങ്ങ് നടക്കുവാന്നിരിക്കട്ടെ, ഈ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ നിറവേറുവോ? ഇല്ല. അപ്പൊ അങ്ങനെ പലപ്പോഴും പലരും ദൈവത്തിന്റെ പദ്ധതി അവരുടെ ജീവിതത്തിൽ നിറവേറാതെ പിന്നെ വല്ലാത്ത വിഷമവും പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് ജീവിതകാലം മൊത്തവും വല്ലാതെ പ്രയാസത്തിലോട്ട് പോകട്ടെ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. പക്ഷെ അപ്പൊ നമ്മുടേതായിട്ടുള്ള ചില കുട്ടി കുട്ടി പ്ലാനുകളുണ്ട്, നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മളങ്ങ് ജീസസിനെ സറണ്ടർ ചെയ്തിട്ട് ജീസസിനെ അതങ്ങ് സമർപ്പിച്ച്, കർത്താവേ എനിക്ക് ഉഴപ്പടിച്ച് സമയം വേസ്റ്റ് ചെയ്യാൻ, എനിക്ക് എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് പേരൻസ് അച്ഛനും അമ്മയും പറയുന്ന അനുസരിക്കാനൊന്നും എനിക്ക് സ്വതവേ ഒരു താല്പര്യം ഇഷ്ടമില്ല. പക്ഷെ എങ്കിലും കർത്താവേ ഞാൻ ഇന്നു മുതൽ എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ അനുസരിക്കാം. ഇന്നു മുതൽ കർത്താവേ, ഇപ്പൊ നിങ്ങൾക്ക് വെക്കേഷൻ ആയിരിക്കും ഇനിയിപ്പം, പക്ഷെ അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം മുതലേ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങും. അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് എന്നെ പഠിക്കാൻ വിടുന്നേ ഇതിനു വേണ്ടി ഞാൻ പഠിച്ച് നല്ല നിലയിൽ എത്താൻ വേണ്ടി മാക്സിമം മാർക്കൊക്കെ വാങ്ങിച്ച് നല്ല നിലയിലെത്തി നല്ല ജോലിയൊക്കെ നേടി എല്ലാവർക്കും സമൂഹത്തിൽ നല്ല മാതൃകയായിട്ട്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട്, മറ്റുള്ളവർക്ക് ജീസസിനെ കാണിച്ചു കൊടുക്കുന്നവരായിട്ട് ആക്കി തീർക്കാൻ വേണ്ടിയാണ് അച്ഛനും അമ്മയും എന്നെ പഠിക്കാൻ വിടുന്നത്. അപ്പൊ ദൈവത്തിന് നമ്മളെ കുറിച്ച് എന്നുള്ള നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, ശുഭഭാവിക്ക് വേണ്ടി. മോനെ ആ വാക്യം വായിച്ചില്ല, അഖിലേഷ് വായിച്ചു കേട്ടോ നിങ്ങള്? ശുഭഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. അത് നാശത്തിന് വേണ്ടിയുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള, നല്ല നമ്മുടെ വെൽഫെയറിന് വേണ്ടിയുള്ള പദ്ധതി. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ നിറവേറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ മൂർച്ചയുടെയും വാശിയും ദേഷ്യവും ടെൻഷനും വെറുതെ ആകുല ചിന്തകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ നമ്മൾ അതൊക്കെ ഇങ്ങ് വിട്ടുകളഞ്ഞ് കർത്താവിന്റെ മുമ്പാകെ നമ്മളെ തന്നെ അങ്ങ് എന്ത് ചെയ്യണം? നമ്മുടെ മുമ്പേ ഒരു പയ്യൻ ഭാണ്ഡാക്കെട്ടുമായിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ? ആ ഭാണ്ഡാക്കെട്ടെല്ലാം കൂടെ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക്, നമ്മുടെ ഈ പാപവും നമ്മളുടെ കുറവുകളെല്ലാം യേശുവിനോട് ഏറ്റുപറഞ്ഞ് നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം കർത്താവേ ഇനി എന്റെ ഇഷ്ടം പോലെയല്ല, ഞാൻ ആരുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ പോകുന്നേ? യേശുവിന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതം അതുപോലെ നിങ്ങൾ ജീസസ് ഞങ്ങൾ കൊടുക്കുവോ? ഇപ്പൊ നമ്മൾ എല്ലാവർക്കും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും, മുതിർന്നവർക്കും കൊച്ചിക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കും. നമ്മളൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാം. നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? നമ്മള് ജീസസിന് ഒരു കാര്യം കൊടുക്കാൻ പോവാ. എന്താ കൊടുക്കാൻ പോകുന്നതെന്ന് അറിയാവോ? എന്താ കൊടുക്കാൻ പോകുന്നേ ജീസസിന്? ജീസസ് എന്താ വേണ്ടേ? ജീസസിന് പൈസ വേണോ? ജീസസിന് പൈസയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ജീസസ് എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് പൈസ ഇടേണ്ട ആവശ്യം ഉണ്ടായിട്ടാണ്. ദൈവത്തിന് എല്ലാത്തിന്റെയും അധികാരിയാ. ദൈവത്തിന് എന്താ വേണ്ടേ? നമ്മളെ തന്നെ വേണ്ടേ? എന്നെ കർത്താവിന് വേണം, ഈ കുഞ്ഞിനെ വേണം, ആ കുഞ്ഞിനെ വേണം, ഈ മോനെ വേണം, ആ മോളെ വേണം, എല്ലാവരെയും. നമ്മളെ പ്രായമായവരാവട്ടെ ചെറുപ്പക്കാരാവട്ടെ നമ്മളെല്ലാവരെയും ആർക്കും ഇഷ്ടമല്ല കർത്താവിന് നമ്മളെല്ലാം അത്ര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് പിശാചിന്റെ ചിന്തകളും ആലോചനയൊക്കെ ആയിട്ട് മയക്കുമരുന്ന്, അല്ലെങ്കിൽ പറഞ്ഞ അനുസരിക്കത്തില്ല, പല തെറ്റായ ചിന്തകള്, തെറ്റായിട്ടുള്ള സ്വഭാവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളിലൂടെയൊക്കെ പോയി നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതം കുട്ടിച്ചോറാക്കാതെ എന്ത് ചെയ്യാൻ പോകും? ഇപ്പൊ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ പല കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കുറവില്ലാത്ത ആരെങ്കിലും ഇവിടെ നിൽപ്പുണ്ടോ? ഉണ്ടോ? ഒരു തെറ്റും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, ഒരു പാപമില്ല, ഒരു കുഴപ്പമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. നമ്മളെല്ലാവരും കുഴപ്പക്കാരാ. അതാ ബൈബിള് പറയുന്നത്. നമ്മളെല്ലാവരും പാപികളാണ്. നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ? നമ്മൾ ജീസസിനോട് സംസാരിക്കാൻ പോവാ. ജീസസിനോട് നമ്മളുടെ കുറ്റങ്ങള് തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഞാനിപ്പോ ഒരു ചെറിയ പ്രാർത്ഥന എനിക്ക് ചൊല്ലി തരാൻ പോവുക. അപ്പൊ ആ പ്രാർത്ഥന ചൊല്ലി നിങ്ങളുടെ ജീവിതം യേശുവിനെ സമർപ്പിക്കാൻ പോവുക. നമ്മൾ വലിയൊരു കാര്യം ചെയ്യാൻ പോകുന്നേ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഡിസിഷൻ, ഒരു വലിയൊരു തീരുമാനം എടുക്കാൻ പോകുന്നത് എന്താ? എന്റെ ലൈഫ് ഞാൻ ഇനി എനിക്കായിട്ടല്ല, ആർക്കായിട്ട് ജീവിക്കാൻ പോകുന്നേ?
ജീസസിനായിട്ട് ജീവിക്കും. നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞ് കേൾക്കും, നന്നായിട്ട് പഠിക്കും, പറഞ്ഞ അനുസരിക്കും, വീട്ടിലെ അമ്മയും അച്ഛനെയൊക്കെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് വേണ്ടുന്ന എല്ലാം അവര് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ നോക്കി പറയണോ, എന്റെ മോനെ മോള് കുറിച്ച് എനിക്ക് ഒത്തിരി സന്തോഷം അഭിമാനമാണെന്ന് പറയണം. അല്ലെങ്കിൽ ഇവനെ കൊണ്ട് തോറ്റു, ഇവളെ കൊണ്ട് എനിക്ക് മതിയായി എന്ന് നമ്മളുടെ പേരൻസിനെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുവോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മള് ഇപ്പൊ ജീസസിനോട് ഏറ്റു പറയാൻ പോവുക. അപ്പൊ ഞാന് ഒരു ചെറിയ പ്രാർത്ഥന ആ, വാക്കായിട്ട് പറയുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ ചേർന്ന് പറയുവോ? പറയുവോ? ശ്രദ്ധിച്ച് കേട്ട് ജീസസിനോടായിട്ട് പറയണം കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ആർക്കും ഇഷ്ടമെന്ന് അറിയാവോ? ജീസസിന് ഇഷ്ടമാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്നതാണ് ജീസസ് ഒത്തിരി ഇഷ്ടം. ഓക്കെ, ആത്മാർത്ഥമായിട്ട് ജീസസിനോട് പറയണം. നിങ്ങൾ കണ്ണടയ്ക്കാൻ, എല്ലാവരും കണ്ണടച്ചു. എല്ലാവരും കണ്ണടച്ച് നമുക്ക് ജീസസ് നമ്മുടെ മധ്യത്തിലുണ്ട്. ജീസസിനോട് നമ്മൾ സംസാരിക്കാൻ പോവുക. എല്ലാവരും കണ്ണടച്ചേ, എല്ലാവരും കണ്ണടച്ചേ, എല്ലാവരും കണ്ണടച്ചേ, കണ്ണടച്ച് കണ്ണടച്ച് ജീസസിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം. യേശുവിലേക്ക് ശ്രദ്ധ തിരിച്ച് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചു, എല്ലാവരും കണ്ണടച്ചു. യേശുവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ ജീവിതത്തില് അറിഞ്ഞോ അറിയാതെയും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം കർത്താവേ. എന്റെ ചിന്തയില്, എന്റെ വാക്കില്, എന്റെ പ്രവൃത്തിയില് യേശുവെയും ഞാൻ അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം യേശുവേ. അങ്ങ് എനിക്കായി കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ചുവെന്ന്, രക്തം ചൊരിഞ്ഞു മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളുടെ ശിക്ഷ, നിത്യ നരകയാതന അങ്ങ് എനിക്ക് വേണ്ടി ഏറ്റെടുത്തല്ലോ. നന്ദി യേശുവേ. യേശുവേ, അവിടുന്ന് ചൊരിഞ്ഞ രക്തത്താൽ എന്നെ ഇപ്പോൾ തന്നെ കഴുകണം. എന്റെ എല്ലാ പാപങ്ങളും ഞാൻ അങ്ങയോട് ഏറ്റുപറയുന്നു. എന്നോട് ക്ഷമിക്കണം യേശുവേ. എന്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ തന്നെ അങ്ങ് വരണം. എന്റെ ജീവിതം ഞാൻ പൂർണ്ണമായിട്ടും അങ്ങേക്ക് തരുന്ന യേശുവേ. ഞാൻ എനിക്കായിട്ടല്ല, അങ്ങേക്കായിട്ട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നെ സമർപ്പിക്കുന്നു. എന്നെ സഹായിക്കണം. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം യേശുവേ. അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണം, സന്തോഷത്താൽ നിറയ്ക്കണം, സമാധാനത്താൽ നിറയ്ക്കണം. ഇനി അങ്ങേ പ്രസാദിപ്പിക്കുന്ന നല്ല ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണം. നന്ദി യേശുവേ. എന്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പിതാവേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നൊരു വാക്ക് നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ സ്നേഹത്തിന്റെ പിതാവേ. കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കർത്താവ് പേരുപേരായിട്ട് അവിടുത്തെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവർ കേട്ട കാര്യങ്ങളെല്ലാം കർത്താവിന്റെ ഹൃദയപലകങ്ങളിൽ എഴുതി വീട്ടുന്ന സമയങ്ങളിൽ അതിനെ ഓർപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ആരും കർത്താവെ നിത്യതയിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഇടവരുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം വീട്ടിൽ ചെന്ന് പ്രാപിച്ച് അവിടുത്തെ പൈതങ്ങളായിട്ട് സ്വർഗരാജ്യത്തിന് അവകാശികളായിട്ട് നല്ല പൗരന്മാരായിട്ട് നല്ല വിദ്യാർത്ഥികളായിട്ട് നല്ല മക്കളായിട്ട് നല്ല സഹോദരന്മാരായിട്ട് സഹോദരിമാരായിട്ട് അവരെ ആയിത്തീരട്ടെ. അവർ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ പ്രവർത്തനങ്ങളെ ബന്ധിച്ച് ദേശത്തെ പിടിപ്പിക്കണം. കുഞ്ഞുങ്ങളെ യുവാക്കളെ കർത്താവെ അനുഗ്രഹിക്കണം. അവിടുത്തെ ഗുരുനാമത്തെ മുഹൂർത്തപ്പെടുത്തിയായിട്ട് ഈ പ്രിയ സഭയുടെ കർത്താവെ എല്ലാ സഹോദരങ്ങളെയും ഉത്തരവാദിത്തമുള്ള സഹോദരന്മാരെയും എല്ലാം കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാം അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ അവിടുത്തെ ഗുരുനാമത്തെ എല്ലാത്തിലും മുഹൂർത്തപ്പെടുത്തിയാട്ടെ. ഇനിയുള്ള ഞങ്ങളുടെ തുടങ്ങുന്ന സമയത്തും കർത്താവെ അവിടുത്തെ തിരുസാന്നിധ്യം കൂടി ഞങ്ങളെ വഴി നടത്തിയാട്ടെ. പ്രാർത്ഥനയുടെ സൂചിപ്പിക്കുന്നു എല്ലാം യേശു കർത്താവിന്റെ വലിയ മാതൃകയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. താങ്ക് യു.